വന്നാട്ടെ. ഹല്ലേലൂയ. ആർക്കും വലിയവരുമല്ല ചെറിയവരുമല്ല, എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് ഇവിടെ ആരെയും ശുശ്രൂഷിക്കുന്നില്ല, പരസ്പരം നമ്മൾ ബഹുമാനിക്കുന്നില്ല. എല്ലാവരും ഒരു നിമിഷം ആയിരത്തൊന്നാണ്. എന്റെ ഭാഷകൾ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരാണ് ഇവരെല്ലാവരും, ശ്രേഷ്ഠമതികളാണ്. നിങ്ങൾ എല്ലാവരും ദൈവത്താൽ പ്രയോജനപ്പെടുന്നവരാണ്. അന്യഭാഷകൾ എന്നെ നോക്കരുത്, ആരും കണ്ണു തുറക്കുന്നതാണ് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും കണ്ണു നടക്കും, ഞാൻ തുറന്ന് നോക്കും. എല്ലാവരും അന്യഭാഷകൾ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ ആരാധന ഇന്ന് ഇവിടെ വെളിപ്പെടുമ്പോൾ, നിന്റെ നാവ് തുറക്കുമ്പോൾ, നിന്റെ അതിരം ചലിക്കുമ്പോൾ, കിലോമീറ്ററുകൾക്കപ്പുറത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കും. നിന്റെ വീട്ടിനകത്ത് ദൈവ ചലിക്കും. അവിടെ അഭിഷേകത്തിന്റെ ചലനമുണ്ടാകും. ഈ പോലെ ചിന്തിക്കാത്ത ഭവനത്തിനകത്ത് ആ ദൈവികമായ സാന്നിധ്യം കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കലങ്ങി ഉള്ളം നീറും നേരം, കലങ്ങി ഉള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി. മാമമാണാനിൻ പ്രേമത്താലേ, മാമമാണാനിൻ സ്നേഹത്താലേ നിറയുന്നേ എന്നുള്ള നേരം, നിറയുന്നേ എന്നുള്ള നേരം. മാമമാണാനിൻ പ്രേമത്താലേ, മാമമാണാനിൻ സ്നേഹത്താലേ നിറയുന്നേ എന്നുള്ള നേരം, നിറയുന്നേ എന്നുള്ള നേരം. ഇന്ന് പകൽക്കാലം കലങ്ങിയ ഉള്ളവുമായിട്ടാണ് നീ വന്നിട്ടുള്ളത്. ഇന്ന് നിറഞ്ഞ മനസ്സോടുകൂടിയായിട്ട് നീ പുറത്തു. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഭവനത്തിൽ നീ കയറി വരുന്നു. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല ഇന്ന് നീ ഈ ഭവനം വിട്ടുപോകും. ഒന്ന്, നിന്നെ കൊണ്ട് ഈ ഭവനത്തിന് അനുഗ്രഹമുണ്ടാകും. രണ്ട്, നിനക്ക് അനുഗ്രഹമുണ്ടാകും. മൂന്ന്, നിന്നിലൂടെ അനേകം പേർ അനുഗ്രഹിക്കും. നാഗോൾ ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവ്, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തിൽ ഞങ്ങൾക്ക് ദൈവകൃപ പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത് സ്തോത്രം. ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ.
മർക്കോസിന്റെ മാളിക മുറി ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങിയതുപോലെ പുഴവക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുതിയുടെ ഹൃദയം തുറന്നപ്പോൾ അവളുടെ ഭവനം ദൈവദാസന്മാർക്ക് തുറന്നു കൊടുത്തു. അതുപോലെ ഈ ഭവനം നീ ഈ ദൈവവചനം കേൾക്കത്തക്ക നിലവാരത്തിൽ തുറന്നു കൊടുക്കുവാൻ എന്റെ അഭിഷിക്തനെ, എന്റെ സഹോദരനെ നീ ആക്കി വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഇത് അന്ധകാലത്തിരിക്കുന്ന ദേശത്തിനകത്തൊരു അത്ഭുത പ്രകാശമായി ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന വചനം ഈ ദേശങ്ങളിലേക്ക് പ്രകാശത്തെ കലതിവേഗം സഞ്ചരിക്കുന്ന മാറ്റമില്ലാത്ത വചനമായി തനിച്ചിറങ്ങേണ്ടത്, അനേകം കുടുംബങ്ങൾക്കകത്തിത് ചെന്നു വീഴേണ്ടതിനായിട്ട്, ഇത് മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെ ആയിരിക്കത്തില്ല ഒരു വ്യക്തി തിരിച്ചു പോകുന്നത്. ഒരു രൂപാന്തരം ഇവരുടെ അകത്ത് സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കുടുംബമായി ദേശത്ത് ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഭിഷിക്തനായ തന്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കുന്നു. സോളമൻ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അഭിഷിക്തനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല സന്ദേശം കൊടുക്കുവാൻ തന്റെ ദാസനെയും ബലപ്പെടുത്തുന്നതിനായി തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ ആശ്രയം വെച്ച് ഈ ജനത്തിന് വേണ്ടുന്ന ആഹാരം കൊടുക്കുവാൻ ഞാൻ കൊണ്ടുവന്നതല്ല, ജനത്തിന് വേണ്ടുന്നത് കൊടുക്കുവാൻ സ്വർഗം വരുത്തേണ്ടതിനായി സ്തോത്രം. അടിയനെ താഴ്ത്തുന്ന ഒരു നല്ല എഴുത്തുകാരന്റെ കയ്യിലിരിക്കുന്ന എഴുത്തുപോലെ അടിയനെ ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം. മതത്വമെല്ലാം പങ്കെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു കരമടിച്ച് ദൈവത്തിന് മാത്രം കൊടുക്കാം. എല്ലാവരും നിങ്ങളുടെ മനസ്സൊക്കെ നിങ്ങളുടെ ശരീരം ഫ്രീ ആക്കും. ഞാൻ അവിടെ ഏറെ നിന്നിട്ട് നോക്കിയത് എല്ലാവരും ദുഃഖത്തിലായിരിക്കും. എല്ലാവരും എന്തോ ടെൻഷൻ പിടിച്ച പോലെ ഞാൻ മരിച്ചു. ഇത്രത്തോളം കിട്ടി ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. കാരണം നിങ്ങൾ ജാതികൾ കണ്ടിട്ടുണ്ട് അവരെന്ത് ഹാപ്പി എന്നറിയാം. നമ്മൾ കല്യാണത്തിന് ഇറങ്ങാൻ കഴിഞ്ഞ ദിവസം വണ്ടി പോകുമ്പോഴത്തേക്ക് ഒരു ബന്ധക്കോസ് വിശ്വാസി ഞാൻ ഇങ്ങനെ ഈ കാതിന് കമ്മൽ മാലയില്ലാത്തവരെല്ലാം ബന്ധക്കോസേരാണ്. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞ ഒരു ഉഷാറൊന്നും അവരെ മുഖത്തൊന്നും ഒരു സന്തോഷമൊന്നും കാണത്തില്ല. ഓടി കാറിൽ വന്ന് ഇറങ്ങിയാലും ഒരു സന്തോഷം കാണും. നമ്മുടെ മുഖത്ത് എപ്പോഴും സന്തോഷം വരേണ്ടത് എപ്പോഴും നമുക്കുണ്ട്. കൂടുതൽ അന്യഭാഷ പറയുന്ന സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും ദുഃഖത്തിന്റെ മാനവത്തിൽ പാടും. നമ്മളെപ്പോഴും വിടും. ലൂസി ഇത് സോളമൻ ബ്രദറാണ്. അറിയത്തില്ല നിങ്ങൾക്ക്? അറിയാമോ? അറിയത്തില്ല. ഇത് MS രാജൻ പാസ്റ്റർ. എന്തിനാണ് ബലം പിടിക്കുന്നത്? ഇവർക്ക് നിങ്ങളെ പച്ചയായിട്ടാണ്. നിങ്ങൾ ഇന്നലേക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ്. എന്തിനാ വില പിടിക്കുന്നത്? വില പിടിച്ചിട്ട് എന്നാ പരിപാടി? നമ്മൾ ആദ്യം ലൂസാണ്. ലൂസ്. Can you change your mind? Can you change your character? നിങ്ങളുടെ സ്വഭാവം മാറിയാലേ ആരാധിക്കാൻ പറ്റും. നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊക്കെ ഈ ഗേറ്റിനപ്പുറം. നിങ്ങൾ എത്ര ഭാഗ്യവതികളാണ്, എത്ര ഭാഗ്യവാന്മാരാണ്. നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാറ്. സ്വന്തം ഹല്ലേലൂയ. എത്ര ഞാൻ എനിക്ക് വരാൻ സമയത്ത് പറഞ്ഞ് കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ഒരു ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നല്ല ഭക്ഷണം കിട്ടും. സ്വത്രം. നിങ്ങൾ അപ്പൊ ഞാൻ ചിന്തിക്കണം. ഞാൻ പറഞ്ഞ ആളോട് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ആരാധിക്കുന്നവർ നിലങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. ആ സോളം ബ്രദർ എന്തോരം ഭക്ഷണം കൊടുക്കും നന്നായിട്ട്. അപ്പൊ നിങ്ങൾ ഇതൊരു നല്ല നമ്മളെക്കാട്ടി ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്നവരാണ്. നിങ്ങൾ നല്ല ഫുഡ് കഴിച്ച് വളരുന്നവരാണ്. അപ്പൊ നിങ്ങൾ എനർജറ്റിക് മൂഡിലായിരിക്കണം. ഒന്ന് 17 വർഷത്തിന് മുമ്പ് ബൈബിള് കത്തിച്ചൊരു വ്യക്തിയാണ്. ബൈബിളും കത്തിച്ച് തലകുത്തി മറിഞ്ഞ് നടന്ന ടീമാണ്. അപ്പൊ എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ടെന്ന്. പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് പ്രശ്നമുണ്ട്. എന്റെ പ്രശ്നം ഇവിടെ ഒന്ന് പറയാനല്ല ഞാൻ വന്നത്. ഇവിടുത്തെ പ്രശ്നം പറയാനാണ്. എന്റെ പ്രശ്നം പറയാനല്ല ഞാൻ വന്നത്. എനിക്ക് സന്തോഷം. എനിക്ക് കടമുണ്ട്, എനിക്ക് ബാധ്യതയുണ്ട്. ഇതൊന്നും പറയാനല്ല വന്നത്. എനിക്ക് സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ. ഞാൻ സന്തോഷവാനാണ്. എന്താണ്? പക്ഷെ ബ്രാക്കറ്റിൽ ക്രിസ്തുവിൽ, ബ്രാക്കറ്റിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എപ്പോഴും ഏത് പ്രതിസന്ധി വന്നാലും അതിന്റെ നടുവിൽ എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ മക്കൾക്ക് ഇല്ലാത്ത ഒരു സാധനം അത് തന്നെ, സന്തോഷം. എത്ര ഉണ്ടാക്കി വെച്ചാലും അത് സന്തോഷം കിട്ടുന്നു.
അതെല്ലാം മാറ്റണം. അത് മാറ്റി നമ്മുടെ ഇന്ന് ഇരിക്കുന്നതെല്ലാം ലൂസാണ്. ഞാൻ നിങ്ങൾക്ക് സഹോദരങ്ങളാണ്, ഒരു പാർട്ട് ഓഫ് ദ ബോഡി, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഞാൻ ചില ലിവറായിരിക്കും, നിങ്ങൾ കരളായിരിക്കും, നിങ്ങൾ കിഡ്നി ആയിരിക്കും, ഏതെങ്കിലും വാട്ടവർ മേ ബി ഐ ഡോണ്ട്. പക്ഷെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് വചനം പറയാൻ ദൈവമില്ല എന്ന് മൂടൻ തന്റെ മ്ലേച്ഛത നീതികൾ നോക്കി അല്ലേ അങ്ങനെ ജീവിച്ചത്. ഞാൻ ഈ വചനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു മുമ്പ് ആ വാക്യം വായിച്ചിട്ട് പറയാം. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാണെന്ന് തോന്നുന്നു, 12-13 വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് എടുത്താട്ടെ, കാരണം ഞാൻ ആരായിരുന്നു മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയാം. 1 തിമോഥെയോസ് 1:12 അല്ലേ? തൊട്ടുപോലെ എനിക്ക് ശക്തി നൽകിയ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു നമ്മുടെ കർത്താവ് എന്ന നമ്മുടെ കർത്താവ്. ആരുടെ കർത്താവ്? ഏകവചനമല്ല, ബഹുവചനമാണ് അല്ലേ? നമ്മുടെ കർത്താവ് തന്നെ പറയുന്നത് അല്ലേ? എന്റെ ദൈവം എന്നാണ് പറയുന്നത്, നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവ് അണ്ടർലൈൻ ചെയ്യണേ, വിശ്വസ്തൻ അണ്ടർലൈൻ ചെയ്യണം. ഇദ്ദേഹം ഒരു വിശ്വസ്തനായതുകൊണ്ടാണ് ഇന്ന് ഈ വീട്ടിനകത്ത് നിങ്ങൾ തന്നെ കയറി വന്നത്. എനിക്ക് ഒത്തിരി കേട്ടേഴ്സിനെ അറിയാം. ദൈവത്തിന് വിശ്വസ്തന്മാരെയാണ് ഇന്ന് പകലിൽ അതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണിയത് കൊണ്ട് ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് സ്തുതിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ ദൈവം എന്ത് വിശ്വസ്തനെന്ന്. നമ്മൾ സാധാരണക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്, നമ്മളെല്ലാവരും സ്തോത്രം അല്ലേ? നമ്മളെല്ലാവരും എന്താണ് സ്തോത്രം. അല്ലെ കർത്തൃമേശ ചിലർ വെച്ചിട്ട് ബാക്കിൽ ഫ്രണ്ടിൽ നിന്ന് ശുശ്രൂഷിക്കും. ഇവിടെ കർത്തൃമേശ വയ്ക്കും ഫ്രണ്ടിൽ നിന്ന്, അതെനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മുടെ പുറകിലല്ല കർത്തൃമേശ ഇരിക്കുന്നത്, നമ്മുടെ മുമ്പിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്കിലോട്ട് മാറി. അപ്പൊ എന്നെ ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ, അപ്പൊ എന്നെ ദൈവത്തെ സ്തുതിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ദൈവം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? എണ്ണിയിരിക്കുന്നു. പക്ഷെ ഇനി അടുത്ത വാക്യം കുറച്ചുകൂടി കയറി പിടിക്കുന്നു. അടുത്ത വാക്യം ബിഫോർ മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരമായിരുന്നു. നിഷ്ഠൂരം ആയിരുന്നു. ഞാൻ അങ്ങ് അപ്പോസ് ചെയ്യാതിരുന്നാൽ മതി, അക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാൻ റിജക്ട് ചെയ്യണ്ട. ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാൻ എന്തായാലും പറയുന്നു ആയിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തത് കൊണ്ട് ഒന്ന് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് വെച്ചാൽ വിശ്വസ്തത കടന്നു വന്നു അല്ലേ? എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി വന്നു. 2 എനിക്ക് എന്ത് ലഭിച്ചു? കരുണ ലഭിച്ചു. സ്വന്തം. അപ്പൊ ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ഞാൻ മുമ്പ് ദൂഷകനും നിഷ്ഠൂരനും ഉപദ്രവിയും ദൈവദാസന്മാരെ ഓട്ടിച്ചിട്ട് അടിക്കുകയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുത്തിയിരിക്കരുത്. എനിക്ക് 53 വയസ്സ്. എത്ര വയസ്സ്? 53 വയസ്സ്. ഞാൻ റണ്ണിങ്ങിൽ പറ്റുകൊണ്ടിരിക്കുക. അല്ലാതെ ഞാൻ 35 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനൊന്നുമല്ല. 53 വയസ്സുള്ള ആളാണ്. എന്നെ പോലെ പ്രായമുള്ളവരൊക്കെ ഇവിടെ കാണും. നിങ്ങളെ പോലെയാണ് ഞാൻ കൊഞ്ചു പോലെ ആണോ? അല്ല. 18 വർഷത്തിന് മുമ്പ് യേശു ആരെന്ന് അറിയാതെ നടന്നവരാണ്. മനസ്സിലാവുന്നത്? യേശു ആരെന്ന് അറിയാതെ ജീവിച്ചവരാണ്. ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ എനിക്ക് ലഭിച്ചത് വീടല്ല, കാറല്ല, മാനമല്ല, ധനമല്ല, ബാങ്ക് ബാലൻസ് എനിക്ക് കിട്ടിയ സന്തോഷമാണ്. ആണല്ലേ? ഞാൻ OP ടിക്കറ്റ് എടുക്കാൻ പോകാറില്ല. ഞാൻ എവിടെ പോകാറില്ല? OP ടിക്കറ്റ് എടുക്കാൻ. ഞാൻ മുമ്പേ ദുഷ്ടനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു. ദൈവമക്കൾ എന്റെ ദേശത്ത് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അടിക്കും. എന്റെ സാക്ഷ്യം കേട്ടവരുണ്ടോ? അനിൽ ടെസ്റ്റ് മണി എന്ന് അടിച്ചു നോക്കിയാണ്. യൂട്യൂബിൽ നിന്ന് എന്റെ അപ്പന്റെ ആരുടെയും ബന്ധുവിന്റെ സ്ഥാപനമല്ല. അനിൽ ടെസ്റ്റ് മണി എന്ന് അടിച്ചാൽ ലോകത്ത് എത്രയോ അനിൽമാരുണ്ട്. പക്ഷെ അനിൽ ടെസ്റ്റ് മണി എന്ന് അടിച്ചാൽ എന്റെ പേര് ആദ്യം വരത്തുള്ളൂ. അതിനകത്ത് ചിലരൊക്കെ ഗുണ്ട അനിൽ ഇട്ടിട്ടുണ്ട്, ചിലർ മൊട്ട അനിൽ ഇട്ടിട്ടുണ്ട്. അവർക്ക് തോന്നും പോലെയല്ല. അവരുടെ ചാനലിൽ റൈറ്റിംഗ് ഇട്ട് എന്റെ ടെസ്റ്റ് മണി ഇട്ട് 10,000 ഒക്കെ കിട്ടിയവരുണ്ട്. ചാനലിൽ 2 ആഴ്ച കൊണ്ട് 2.5 ലക്ഷം പേര് എന്റെ സാക്ഷ്യം കേട്ടു അല്ലേ? കേട്ടില്ലേ? 2.5 ലക്ഷം രൂപ. അത് ഒരു ചാനൽ. അതുപോലെ അവർക്ക് തോന്നുമ്പോൾ എന്നെ ക്ലിപ്പിംഗ്സ് എടുത്ത് കട്ട് ചെയ്തിട്ട് കയറുകയാണ്. ഞാൻ ഇതൊന്നും ഈ 18 വർഷം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം PC ചെറിയ പാസ്റ്റർ ചർച്ച റാന്നിയില്
പോയി ഒരു 10 മിനിറ്റ് മാസ്റ്റർ പറഞ്ഞു 10 മിനിറ്റ് സാക്ഷ്യം കൂടി പറയണേ എനിക്ക് അങ്ങനെ പറഞ്ഞത് അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്ത ആള് കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ അറിഞ്ഞില്ല 3 ദിവസം കഴിഞ്ഞ് അമേരിക്കയിലുള്ള പാസ്റ്റർ എന്നെ വിളിക്കാണ് നിങ്ങളുടെ സാധനം കിടന്ന് ഓടുകയാണ് ഞാൻ എവിടെ നിന്ന് ഓടുന്നു ഞാൻ പേടിച്ചു പോയി അവിടെ നിന്ന് ഒന്നാതെ ഇവിടെ ഇടം പറഞ്ഞ് ചെയ്യാൻ വയ്യ അതിനിടയിൽ കൂടി എന്നാ സാധനം ഞാൻ ചോദിച്ചു കാരണം സുവിശേഷം ഇറങ്ങി ഒറ്റ കാരണം കൊണ്ട് മര്യാദക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പറഞ്ഞത് ഒരു സാക്ഷ്യം ആ സമയത്ത് 1 ലക്ഷം ആയി ഒരു ആഴ്ച കൊണ്ട് ഇപ്പൊ 2.5 ലക്ഷം പേര് കാണാം അതിൽ 85% പേര് കണ്ടത് മറ്റു ജാതിക്കാരാണ് സ്വന്തം ചിറ്റാൽ IPC പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ചിറ്റാൽ IPC പാസ്റ്ററിന്റെ വിശ്വാസി പറയാണ് കഴിഞ്ഞ ദിവസം BJP-യിലെ ഒരു സഹോദരൻ എനിക്ക് തിട്ട് എന്നിട്ട് പറയാണ് പവർഫുൾ ടെസ്റ്റിമണിയാണ് ജാതിക്ക് കേൾക്കണം അതാ നല്ലത് ഞാൻ മുമ്പ് ദൂഷകനും നിഷ്ഠൂരനും ഉപദ്രവിയുമായിരുന്നു പക്ഷെ കരുണാസമ്പന്നനായ ദൈവമോ എന്റെ അവന്റെ കഴിവ് ഈ ബൈബിളൊന്നും എനിക്കറിയത്തില്ല 3 പ്രാവശ്യത്തിലധികം കത്തിച്ചു കുറെ പ്രാവശ്യം ചള്ളക്കകത്തെടുത്ത് ചവിട്ടി കൂട്ടി ഒത്തിരി ദൈവദാസൻ ഞാൻ ആദ്യം പറഞ്ഞ പാട്ടറിയാമോ ആർക്കും അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ അറിയാത്ത പാട്ട് പാടും നിങ്ങൾ അറിയുന്ന പാട്ട് പാടി നിങ്ങൾ എനിക്ക് പണി തരും നിങ്ങൾക്ക് അറിയാത്ത പാട്ട് ഞാൻ പാടാം സ്തോത്രം നിങ്ങൾ ഉണ്ടാതിരിക്കും കാരണം ബന്ധക്കോസ് TPയുടെ പാട്ടാണ് അതൊക്കെ TPN ചർച്ചിലെ പാസ്റ്റർ ആ പാസ്റ്റർമാർ ഓടുമ്പോൾ ചള്ളക്കകത്ത് കാല് പുതഞ്ഞാലും ഊഴിയെടുക്കാൻ ഒരു സമയം തരുമെന്ന് ചോദിക്കും അങ്ങനെ ദുഷ്ടൂരനായിരുന്നതാണ് ആ എന്നോട് ദൈവം പറയുക നീ ദുഷ്ടൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു എങ്കിലും എന്റെ അറിവില്ലാത്ത സമയത്ത് ഞാൻ ചെയ്തതാകൊണ്ട് ദൈവത്തിന്റെ കരുണ എനിക്ക് ലഭിച്ചു എന്നിട്ട് താഴെ പറയുന്നു ആ പാപികളിൽ ഒന്നാമൻ നമ്മൾ എപ്പോഴാണ് അത് സമ്മതിക്കുന്നത് അപ്പോഴാണ് ദൈവത്തിന്റെ ആ പാപികളിൽ ഒന്നാമൻ ഞാനെന്ന് എപ്പോൾ അംഗീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു ആ നിമിഷം സ്വർഗ്ഗം വിളിച്ചു പറയും യു ആർ എ ബിലോവഡ് മാൻ യു ആർ എ ബിലോവഡ് ഡോക്ടർ യു ആർ എ ബിലോവഡ് സൺ നീ എന്റെ പ്രിയമകൻ നീ എന്റെ പ്രിയമകൻ വിളിച്ചു ഹല്ലേലൂയ എന്റെ പേര് പാസ്റ്റർ അനിൽ ഡെനീസ് എന്നാണ് എന്റെ ചരിത്രം ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ് എന്റെ അമ്മയുടെ വീട് തഞ്ചാവൂർ പുതുക്കോട്ടയാണ് അമ്മയുടെ വീട് നാഗരൂരിന്റെ അടുത്താണ് ഞാൻ ജനിച്ചതെല്ലാം 5-6 വയസ്സ് വരെ ഈറോഡാണ് എന്റെ അപ്പന് ജോലി ടെലികമ്മ്യൂണിക്കേഷനിലായിരുന്നു കോയമ്പത്തൂർ സേലം തിരുപ്പൂർ ഈറോഡ് ഈ സ്ഥലങ്ങളിലായിരുന്നു അന്നത്തെ ലാൻഡ്മാന്റെ പണി അന്നത്തെ കാലത്ത് ലാൻഡ് വലിച്ചിടുന്ന ലാൻഡ്മാന്റെ പണിയായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ തന്നെ ചേക്കേറേണ്ടി വന്നത് അത് കഴിഞ്ഞ് എൻ്റെ 7ാമത്തെ 8ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് ചേക്കേറുന്നത് കേരളത്തിലോട്ട് എന്റെ കുടുംബത്തിനകത്ത് അന്ന് ആരും യേശുവിനെ അറിഞ്ഞവരുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ 18 വർഷത്തിന് മുമ്പ് യേശുവിനെ അറിയേണ്ട ആവശ്യം തരത്തില്ലായിരുന്നു എന്റെ വീട്ടിനടുത്ത് ഉണ്ടായിരുന്നവരാരും നമ്മളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടും ഇല്ല പലരും അങ്ങനെ തന്നെയാണ് നമ്മൾ അറിഞ്ഞ യേശുവിനെ നമ്മുടെ വീട്ടിനകത്ത് ആരോടും പറയത്തില്ല നല്ല കാര്യങ്ങൾ നടന്നാലും ഒരു സുവിശേഷം വിളിച്ചിട്ട് അകത്ത് നിർത്തി പറയത്തില്ല ചോദിക്കുന്ന ചോദ്യം ആസ്ട്രേലിയയിലുള്ള ചിന്നമ്മ അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നു ചോദിക്കുന്നു എന്നാലും രക്ഷിക്കപ്പെടണമെന്ന് പറയില്ല ഓർത്തഡോക്സ് ഫാമിലിയാണ് സ്വന്തം മനസ്സിലാവുന്നു ഞാൻ യേശുവിനെ അറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് എന്റെ ചെറുബാല്യം മുതലേ എന്റെ ജീവിതത്തിൽ എന്റെ അതായത് 14 വയസ്സ് എനിക്ക് നല്ല പ്രായം ഇതുപോലെ എത്തുന്ന സമയത്ത് മുതൽ എന്റെ ചിന്താഗതിക്ക് മാറ്റം സംഭവിച്ചു ആ മാറ്റം എന്നെ കൊണ്ടെത്തിച്ചത് ഒരു വലിയ സംഘടനയ്ക്കകത്താണ് എന്റെ കൂടുതലായി ടെസ്റ്റ് വേണം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില വാക്കുകൾ നമുക്ക് പരിമിതമായിട്ട് പറയാൻ പറ്റുള്ളൂ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിജ്ഞാനത്തിനനുസരിച്ച് വേണം ഇന്ന് ഞാൻ ആ സംഘടനയിലില്ല പക്ഷേ അന്ന് പലപ്പോഴും ബൈബിൾ കത്തിക്കുകയും ഉപദ്രവിക്കുകയും ദൈവദാസനെ ഓട്ടിക്കുകയും ചെയ്ത പല അഭിഷിക്തന്മാരോട് പിന്നത്തെ എനിക്ക് വേദി പങ്കിടുവാൻ കഴിഞ്ഞു അതിലൊരു വ്യക്തിയാണ് ഇന്ന് നിത്യതയിലിരിക്കുന്ന JC പാറക്കട അന്ന് അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരും വെള്ളക്കാരെയും കൊണ്ട് കയ്യിലൊരു ഗ്രാമഫോൺ കാണും അന്ന് അദ്ദേഹം നല്ല ചടുലകടമായ ശബ്ദമാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും നല്ല കറക്റ്റായിട്ട് ദൂത് പറയും പക്ഷെ ഞങ്ങളെ കടമ ഓട്ടമായിരിക്കും കാരണം ഒരു ഗ്രാമഫോണേ ഉള്ളൂ അത് പൊട്ടിയെ പോയി അങ്ങനെ പല ദൈവദാസന്മാരെ ഓട്ടിച്ചിട്ട് അടിക്കുകയും ഉപദ്രവിക്കുകയും സുവിശേഷത്തിനെതിരായി വിരോധിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇതാണ് എന്റെ പേര് എന്റെ സ്വദേശം അതാണ് എന്റെ സ്വദേശം ഈറോഡിൽ നിന്ന് ഞാൻ നേരെ തിരുവനന്തപുരത്ത് വന്ന് എന്റെ അപ്പന്റെ സ്ഥലത്ത് ചേക്കേറുവാൻ ഇടയായിത്തീർന്നു അവിടെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു എന്റെ അപ്പൻ 18 വയസ്സ് എനിക്ക് പ്രായമായപ്പോൾ മരിച്ചു ഈ ലോകത്ത് മാറ്റപ്പെട്ടു അപ്പന്റെ ജോലി എനിക്ക് ലഭിച്ചു
എൻ്റെ താഴെയുള്ള സഹോദരങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കായി. ഞാൻ പ്രബലനായി, എനിക്ക് നല്ല സമ്പത്ത് വന്നു. ചെറുപ്രായത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാമെന്ന് ആലോചിച്ച് നോക്ക്, എത്ര നല്ല എമൗണ്ട് വരും. ഇതെല്ലാം എൻ്റെ കൈക്കിട്ട് കൂട്ടുകാർ വന്നു. ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കൂട്ടുകാരിൽ കൂടെ എന്തുണ്ടായി? മദ്യപാനം ഉണ്ടായി, മയക്കുമരുന്നുണ്ടായി, കഞ്ചാവ് ഉണ്ടായി, അടിപിടി കേസുണ്ടായി, ഗുണ്ടാ പരിപാടി. ഇപ്പൊ ഈ 53 വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ സ്വന്തം അന്നത്തെ പ്രായത്തിൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ എന്റെ ബലം പറയാൻ വന്നതല്ല, പക്ഷെ എന്നെ ദൈവം കൊണ്ടുവന്ന റൂട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുവനെ ദൈവം ചൂണ്ടയിൽ പിടിച്ചെടുക്കുന്ന ആ രംഗമെന്ന് വെളിപ്പെടുത്തി തരിക. ആർക്കും വേണ്ടത് പുറമെ കിടന്ന ഒരു ക്ലാവ് പിടിച്ച പിച്ചാത്തിയായിരുന്നു. പക്ഷെ ദൈവം എന്നെ കൃത്യമായിട്ടും കൃത്യസമയത്തും എന്നെ പിടിച്ചു. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടന്ന് എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ആയുധമാക്കി ദൈവം മാറ്റുവാൻ ദൈവം തീരുമാനിച്ചു. എന്നെ ദൈവം തെരഞ്ഞെടുത്തത് തന്നെയാണ് ഈ ലോകത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്നവരായിരുന്നു, നശിച്ചു പോകേണ്ടവരായിരുന്നു, ജീവിതം തകർന്നു പോകേണ്ടവരായിരുന്നു. ഒരു കുടുംബം ഇന്നേക്ക് 18 വർഷത്തിന് മുന്നേ മലയാള മനോരമ പത്രത്തിനകത്ത് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കേണ്ട സ്ഥലത്ത് ഇന്ന് അനുഗ്രഹത്തോടുകൂടി ഈ ദേശത്ത് ദൈവത്തിന്റെ വചനത്തെ പറയുവാൻ ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ക്രെഡിറ്റ് എന്റെ യേശുവിന് മാത്രമാണ്. ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും മീറ്റിംഗ് കലക്കാൻ പോകും. മീറ്റിംഗ് കലക്കിയാൽ പരിപാടി. നമ്മുടെ സംഘടന പറഞ്ഞ മീറ്റിംഗ് കലക്കാൻ പറയും. ഇന്നും അവർ പ്രബലരാണ്. പക്ഷേ അന്ന് ഞാൻ അറിഞ്ഞില്ല സത്യദൈവത്തെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ മറന്ന കാലത്ത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ദൈവത്തിന് ആവശ്യമെന്ന് അറിയാം, ബലവാന്മാരെ എല്ലാം ആവശ്യം, ബലഹീന മാത്രമല്ല. ഇന്ന് പകലിൽ ഞാനൊരു കാര്യം പറയാം, ആർക്കും വേണ്ടാത്ത എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒരു പാരമ്പര്യം എനിക്കില്ല, ഒരു മാർത്തോമ പാരമ്പര്യം എനിക്കില്ല, ഒരു ഓർത്തഡോക്സ് പാരമ്പര്യം എനിക്കില്ല. ഞാൻ നിത്യമൂർത്തികളെ ആരാധിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാ, 33 കോടി ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടുവന്ന വ്യക്തിയാ. പക്ഷെ എന്നെ വിളിച്ച ദൈവം ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ആ യേശുവിനെ പോലെ ഒരു ദൈവമില്ല, ആ യേശുവിനെ പോലെ ഒരു നല്ല സ്നേഹിതനില്ല. നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്, അവന്റെ പേരാണ് യേശു. അനേക ദൈവങ്ങളുണ്ട് നമ്മളെ ശിക്ഷിച്ചു കളയും. ദൈവത്തിന് എന്തെങ്കിലും 4 സാമ്പ്രാണിത്തിരിയും ഒരു ശർക്കരയും 2 വാഴക്കൊലയും കൊടുത്താൽ മറ്റവന്റെ അതിര് പൊട്ടിച്ച് അവനെ കൊല്ലാനുള്ള ദൈവങ്ങളുണ്ട്. പക്ഷെ എന്റെ ദൈവം കൊല്ലുന്ന ദൈവമല്ല, ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം നിന്റെ കണ്ണുനീരിൽ ഒപ്പുന്ന ദൈവമാണ്. നിന്നെ ചേറ്റിൽ നിന്ന് മടിച്ചെടുത്ത് ശാശ്വതമായ ഒരു പാറമായി നിർത്തി വായിൽ കുറ്റം കാട്ടുന്ന ഒരു ദൈവമാണ്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ പേര് യേശു എന്നാണ്. തല പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ മീറ്റിംഗ് ഒക്കെ എവിടെയും ജംഗ്ഷനിൽ വെക്കണം. ജംഗ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പവറായിരുന്നു. 10 പേര് കേൾക്കുകയും ചെയ്യും, ഒരു ഭാവി മാനസാന്തരപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് 8 വർഷത്തിന് മുമ്പ് ഒറ്റശേഖര മംഗലം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരു പ്രാന്തപ്രദേശത്ത് തെരുവിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൊട്ടു മുമ്പിൽ ബിവറേജ് കോർപ്പറേഷനാണ്. ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ക്യൂ നിന്ന് മദ്യവച്ച് മതോമത്തനായവരാ റേഷൻ കടയിൽ നിൽക്കുന്നതിനേക്കാൾ ക്യൂലാണ് നിൽക്കുന്നത്. ഭാര്യ 5 കിലോ അരി വാങ്ങാനായിട്ട് പറഞ്ഞു വെച്ചാൽ പോകത്തില്ല. റേഷൻ കടയിൽ വരുമ്പോൾ 5 കിലോ അരി വാങ്ങാൻ പറ്റും. പക്ഷെ ബിവറേജിൽ നിൽക്കുന്നതാണ് അറ്റൻഷൻ. പണ്ട് ജനങ്ങളെ പാടാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും, വരി തെറ്റിക്കത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല, മൗനമായി നിൽക്കും, വിശ്വസ്തയോടെ സ്നേഹത്തോടെ നിൽക്കും. ഞാൻ എത്ര പേര് ഞാൻ പറഞ്ഞു, സഹോദരാ, നീ കുടിക്കുന്ന ഈ മദ്യത്തിന്റെ പൈസ നിന്റെ മക്കൾ അലുവയും ജിലേബിയും കഴിക്കേണ്ട പൈസയാ. നീ വീട്ടിൽ നടക്കുമ്പോൾ നിന്റെ മക്കൾ പറഞ്ഞില്ലേ, പപ്പ വരുമ്പോൾ കേക്ക് മേടിച്ചോണ്ട് വരാൻ. നീ കേക്കല്ല വായിക്കുന്നത്, നീ അല്ലെങ്കിൽ മദ്യം മാറ്റോണ്ട് പോവുകയാ. അത് കേട്ടോണ്ട് ഒരാൾ മേടിച്ച സാധനം തറയിൽ അടിച്ചു പൊട്ടിച്ചിട്ട് അടുത്ത് വന്ന് പറഞ്ഞു, നീ അറിഞ്ഞ യേശുവിനെ എനിക്കും വേണം. ഇന്ന് അദ്ദേഹം തെരുവ് പ്രാസംഗികനാണ്. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല, അന്ന് ഞാൻ വിളിച്ചു മാറ്റി നിർത്തിയ സുഗതം എന്ന് തെരുവ് പ്രാസംഗികനാണ്. ഹല്ലേലൂയ. അവൻ അന്ന് മദ്യപാനം നിർത്തി. ഹല്ലേലൂയ. നല്ലൊരു ഓട്ടോറിക്ഷ ഓട്ടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുപ്പെടുത്തി ഞാനും കുറച്ച് സഹായിച്ച് അവനൊരു ഓട്ടോറിക്ഷ എടുത്ത് കൊടുത്ത് ഇന്ന് അവൻ സിറ്റിക്കടുത്ത് വണ്ടി ഓടുന്നു. സ്വന്തം. ഹല്ലേലൂയ. ശല്യപ്പെടുത്തി ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം അവനൊരു മാർഗം കാണിച്ചു കൊടുത്തു. നീ പോയി ഓട്ടോറിക്ഷ എടുത്ത് ഓടും, ജീവിത മാർഗം.
ഇന്ന് അവന്റെ ഓട്ടോറിക്ഷയുടെ പുറകിൽ ഇരിക്കുന്ന യേശു വേഗം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മദ്യപാനിയെ മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞു എന്നിലൂടെ. ഹല്ലേലൂയ. ആർക്കും വേണ്ട ഒരു ദിവസം 1ഉം 2ഉം കുപ്പി മദ്യപാനം കുടിച്ച് മയക്കുമരുന്ന് സിഗരറ്റ് 3ഉം 4ഉം പാക്കറ്റ് വലിച്ച് കുടുംബത്തിനകത്ത് സമാധാനമില്ലാതാക്കി തലമുറകൾ പോലും പേടിച്ചു വിറച്ച് ഇതുപോലത്തെ പ്രായമുള്ള എന്റെ മകൾ ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ കട്ടിൽ ഒഴുക്കി. എന്റെ മുഖം ക്രൂരമുഖമായിരുന്നു. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ സമാധാനമില്ല. എന്റെ ഭാര്യ ദിനം പ്രതി എടുത്തിട്ട് അടിച്ച് അവളുടെ ശരീരത്തിൽ ഇനി കൊള്ളാൻ അടിയില്ല. എന്റെ ഭാര്യ എടുത്തിട്ട് അടിച്ച് തകർത്ത് തരിപ്പണമായി 2 കൊച്ചുകുട്ടികൾ 7 വയസ്സും 5 വയസ്സുമായി പിള്ളേർ നിന്ന് നിസ്സഹായരായിട്ടിരിക്കും. ഹല്ലേലൂയ. ഭാര്യ വീടുമായിട്ട് ബന്ധമില്ല, വിച്ഛേദിക്കപ്പെട്ടു. ആളുകൾക്ക് വഴങ്ങി കൊടുക്കത്തില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യത്തിൽ ഞാൻ തന്നെയാണ് രാജാവ്. എന്റെ കയ്യിലുള്ള പണവും അധികാരവും ഒക്കെ ഞാൻ എന്ത് ചെയ്തു? ദുർവിനിയോഗം ചെയ്തു. ദുർവിനിയോഗം ചെയ്തു. പക്ഷെ അവിടെ ഒന്നും ഒതുങ്ങിയില്ല. ഹല്ലേലൂയ. എന്റെ ദൈവം മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി അവിടെ ഒരു ചെറിയ ഭവനം വെപ്പിച്ചു. ആ ഭവനം വെച്ചതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. ഹല്ലേലൂയ. ആ ഭവനമാണ് എനിക്ക് ടേണിംഗ് പോയിന്റ് ആയി മാറിയത്. ആ ഭവനം വെച്ചത് മുതലാണ് എന്റെ ജീവിതത്തിൽ ഗതി മാറ്റി വിടാൻ തുടങ്ങിയത്. ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് 3 രാത്രി 3 പകലും പൂജ ചെയ്ത് ഏകദേശം 3 ലക്ഷം രൂപ ചെലവാക്കി. എല്ലാ വീട്ടിന്റെ മുറിക്കകത്തും എന്ത് ചെയ്തു? പൂജാ സാമഗ്രികൾ കൊണ്ടുവച്ചു. എന്റെ വീട്ടിനകത്ത് നിന്ന് വന്നാൽ എന്റെ വീട്ടിന് ആദ്യത്തെ മുറി കയറുമ്പോൾ കന്നി മൂലയ്ക്കകത്ത് ഒരു ടൈൽസ് വേറെ ടൈൽസാണ്. അത് രണ്ടാമത് ഞാൻ കുത്തി തുളച്ച് അതിനകത്ത് നിന്ന് 16 കലശങ്ങൾ എടുത്തു മാറ്റി. എന്റെ കാമ്പൗണ്ടിനകത്ത് 42 കലശങ്ങൾ കുഴിച്ചിട്ട് നന്മ വരാൻ വേണ്ടി എന്റെ ബന്ധുക്കൾ പലരും ക്രിസ്ത്യാനികൾ വന്നിട്ട് വീട്ടിനകത്ത് കയറാതെ പാലുകാച്ചു പോലും കാണാതെ തിരിച്ച് കല്ലുകൊണ്ട് പോകേണ്ട ഗതികേട് വന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ വിധത്തിലും ഒരു മുടിയനായ പുത്രനെ പോലെ ജീവിക്കുവാനേ. വലിയ വീടുണ്ടാക്കിയത് കൊണ്ട് കാര്യമായില്ല. വീട്ടിനകത്ത് സമാധാനമില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വലിയ വീടുണ്ടാക്കിയിട്ടും എനിക്കതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റിയില്ല. ഓരോ ദിവസം എന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി. കാരണം സൈഡിൽ ഒലിച്ചാൽ കുഴപ്പമില്ല, ഇത് ഒലിച്ചാൽ നമ്മൾ താഴോട്ട് പോകും. ഹല്ലേലൂയ. എനിക്ക് എവിടെയൊക്കെ വാരിക്കുഴികൾ ഒരുക്കുന്നത് മനസ്സിലായി. എന്റെ കൂട്ടുകാരെല്ലാം ഇന്നിൽ നിന്ന് അകലുവാൻ തുടങ്ങി. ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം നിന്നെ വിളിക്കാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൂട്ടുകാരെ, ചാർച്ചക്കാരെ, ബന്ധുക്കളെയും സകലരെയും വരിഞ്ഞു മാറ്റും. എന്നിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഉയർത്താക്കും. ഹല്ലേലൂയ. ലാഭത്തിന്റെ കടപ്പുറത്ത് എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കിട്ടണം. ഹല്ലേലൂയ. പഴയ പേര് മാറ്റി നിന്നെ ഒരു പുതിയ പേര് കിട്ടണം. പഴയ യാത്രമല്ല നീ ഇനി അങ്ങോട്ട് പോകുന്നത് ഒരു ഇസ്രായേൽ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ ഒരു ഗതിമാറ്റം സംഭവിച്ചത് 2007 സെപ്റ്റംബർ മാസം 21, 22, 23 അന്ന് ഒരു മീറ്റിംഗിനകത്ത് ആ മീറ്റിംഗ് ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നിൽക്കുമ്പോൾ അവിടെ പ്രസംഗിച്ച ഒരു ദേവദാസൻ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ പുറകിൽ എടുത്ത് നിൽപ്പുണ്ട്. അവൻ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് വന്നു നിൽക്കുന്നതാണ്. അവൻ മീറ്റിംഗ് കലക്കുവാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അവനെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ പിടിച്ച് ആ മീറ്റിംഗിനകത്ത് വെച്ച് അന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഒരു ദൈവവചനമുണ്ട്. ഹീബ്രു 11:8 വാക്യം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന വാക്ക്. ആ വാക്കിനകത്ത് ഞാൻ അടിമപ്പെട്ടു. അന്ന് ആ മീറ്റിംഗിനകത്ത് എന്റെ ഭാര്യ 2 മക്കളും ഞാൻ അറിയാതെ വന്ന് ഒളിച്ചിരുന്ന ദൈവവചനം കേൾക്കുന്നു. എന്റെ ഭാര്യ പറയുന്നു, യേശുവേ എന്റെ ഭർത്താവിനെ ഒന്ന് മാനസാന്തരപ്പെടുത്തണമേ. കാരണം എന്റെ ഭാര്യയുടെ വീട്ടുകാർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടാണ്. എന്റെ അപ്പനും അവരുടെ അപ്പനും ഒരുമിച്ച് ജോലി ചെയ്തതാണ്. അതുകൊണ്ട് ആ പരിചയത്തിലെ കല്യാണം കഴിച്ചത്, അല്ലാതെ വേറൊരു പരിചയമില്ല. കാരണം ചെറുപ്രായത്തിൽ ജോലി കിട്ടിയതല്ലേ. അതുകൊണ്ട് കൂട്ടുകാരന്റെ മകളെ തന്നെ കെട്ടാമെന്ന് എന്റെ അപ്പൻ ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് ഞാൻ പാലിച്ചു. സ്തോത്രം. വാക്ക് പാലിക്കുന്നവരാണ് ദൈവമക്കൾ. സ്തോത്രം. പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു. ഫെയ്ത്ത് ഇൻ ആക്ഷൻ എന്നാണ്. പ്രവൃത്തി എന്ത് ചെയ്യണം? വിശ്വാസം. അത് പ്രവൃത്തി എന്ത് ചെയ്യണം? വിശ്വാസം പ്രവർത്തിയാൽ ഒരു വാക്ക് പറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞേക്കണം. വരുന്നെന്ന് കണ്ടിട്ട് തള്ളിപ്പൊക്കി എന്തെങ്കിലും ദൂരം പറഞ്ഞിട്ട് പൊയ്ക്കോ. എലീശ അറിയാമോ? നയമാൻ നിന്നിട്ട് പോയി തിരിഞ്ഞു നോക്കിയില്ല. നയമാൻ പുറകെ നിൽക്കുന്നത് കേകസി പറഞ്ഞു. എലീശ തിരിഞ്ഞു നോക്കിയോ? ഇല്ല. നയമാനായത് ആരെയും ഒരു വിഷയമല്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം ദൈവം സംസാരിക്കുന്ന ആളാണ്, അല്ലാതെ മനുഷ്യർ സംസാരിക്കുന്നതല്ല. ദൈവം സംസാരിച്ചത് കൊണ്ടും ദൈവം ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് ലഭിച്ച നന്മ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണം. ആ ഒരു ചിന്താഗതി, അതായത് പ്രവൃത്തി എന്ത് ചെയ്യണം?
ആ വിശ്വാസ പ്രവർത്തിയാൽ വരണം. എന്റെ കുടുംബം തകർന്നു പോയി, അതിനു മുമ്പിൽ എന്റെ ഭാര്യ മക്കളും വചനം കേൾക്കുമ്പോൾ അവിടെ കൊണ്ട് എന്നെ നിർത്തി. ഹല്ലേലൂയ. അടിച്ചു പൂക്കുറ്റിയായി ബോധമില്ല. ഹല്ലേലൂയ. ഒരു പാമ്പായി നിന്നതാ. പക്ഷെ ഇന്ന് ആ പാമ്പിനെ തകർക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഒരു പാമ്പായി എല്ലാവരും പറഞ്ഞു പാമ്പ് അരിഞ്ഞതാവുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു. ചിലര് മുട്ടയരിഞ്ഞെന്ന് പറയും. ഒരു ദിവസം 3 കുപ്പിയിലധികം ഞാൻ മദ്യപാനം കുടിക്കും, ഓരോ സ്റ്റെപ്പായിട്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഉള്ള കരളും ഒക്കെ എനിക്ക് പുതിയതാണെന്ന് തോന്നുന്നു. കുടിച്ചതനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ചത്ത് മറക്കേണ്ട സമയം കഴിഞ്ഞു. എന്റെ കരളൊക്കെ പൊത്തുപോകേണ്ട. പക്ഷെ ഇന്ന് നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, ദഹിക്കുന്നുണ്ട്, ഒരു ഗുളികയും കഴിക്കുന്നില്ല. എവിടെയൊക്കെ മാറ്റം സംഭവിച്ചു. അതിന് ദൈവം ഒരുവനെ വിളിച്ചാൽ മുഖം നോക്കി കണ്ടാൽ കഴിയാം. ഞാൻ ഈ മുട്ടയടിച്ച് ഈ താടിയൊക്കെ വെച്ച് നിന്നറിയാമോ? എനിക്ക് വിശ്വാസികളെ ഒന്ന് അറിയണം. അവൻ കള്ളനെ പോലെ കള്ളനല്ല. സോളോമൻ തന്നെ എന്നെ കണ്ട ഒരിക്കലും പാസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഒന്ന് 2 പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞ് എനിക്ക് ചേർന്ന് കേൾക്കാൻ പറ്റും. എന്നിട്ട് അങ്ങനെ എത്രയോ പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നറിയാം. ബസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് മാസികയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഥ പറയുമ്പോൾ ഞാൻ അടുത്ത് ചേർന്ന് ഈ സഹോദരി മറ്റേ സഹോദരി കുട്ടിയത് മറ്റേ വേറൊരു ടീമിന് അടക്കുകയാണ്. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് യേശു വരാൻ സമയമായി കേട്ടോ. ഹല്ലേലൂയ. ഈ വേഷം മാറി നിൽക്കുന്ന കുറച്ച് നല്ലതാണ്. അല്ലെങ്കിൽ മീശ വഴിക്ക് ഞാൻ മീശ കഴിച്ചോണ്ട് നടന്നതാ. പക്ഷെ എന്നാൽ മീറ്റിലൊന്നും കിട്ടുന്നില്ല. മീശ വഴിക്ക് കറുത്ത ബാങ്ക് വെള്ളം എടുപ്പ് കിട്ടിട്ട് മീശ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അല്ല, മുടിയില്ലാത്തതുകൊണ്ടാണ്. മുടിയില്ലാത്തതുകൊണ്ടാണ് മുട്ട അടിച്ചിരിക്കുന്നത്. മുടിയില്ല, 2-3 മുടിയുള്ളൂ, അതുകൊണ്ടാണ് മുട്ട അടിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ നിന്റെ ഈ പുറമേ ഉള്ളതല്ല, നിന്റെ അകത്തെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യൻ എത്രത്തോളം ഒരുക്കത്തിലാണ് എന്നാണ്. ആത്മാവ് എന്താണ്? അത് ഒരുക്കമുള്ളതാണ്. ജഡം ബലഹീനമാണ്. പക്ഷെ എന്നെ വിളിച്ച് ആ പൊതുമൈതാനത്ത് വിളിച്ച് വേർതിരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് ഏകദേശം 200-ലധികം ഭൂതങ്ങൾ പുറത്തുപോയി. പറയാനില്ല, ഉള്ള എല്ലാ ടീമും കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി എന്റെ ശരീരത്തിലായിരുന്നു. പക്ഷെ ദൈവം ഒരിക്കൽ തൊട്ടാൽ പിന്നെ ഒരിക്കൽ എപ്പോഴെപ്പോഴും ഭൂതം അഴിപ്പിക്കുന്ന പരിപാടിയില്ല. എന്റെ ശരീരത്തിൽ നിന്ന് ഒരിക്കൽ പോയി അത് പിന്നെ കയറിയിട്ടുമില്ല, പോയി 5 കൊണ്ടുവന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അകത്ത് ഭൂതമില്ല. നമുക്ക് ആർക്കും ഭൂതമില്ല. പറ, നമ്മുടെ ശരീരത്തിൽ കെട്ടില്ല. പറ, എന്നെ കെട്ടുണ്ടോ? ഒരു കെട്ടുമില്ല. എന്തെങ്കിലും പട്ടത്തരം വിളിച്ച് പറയരുത്. എനിക്ക് കെട്ടില്ല, എനിക്ക് ഭൂതമില്ല, എനിക്ക് പൈശാചിക ബന്ധനമില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ ക്രിസ്തുവിലല്ലെന്ന്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താണ്? പുതിയ സൃഷ്ടി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ മന്ദിരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നുവെങ്കിൽ എനിക്ക് ഒരു കെട്ടുമില്ല. ഒരു മന്ത്രവാദത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ലിപി എഴുത്തിനും ഒരു പേരെഴുത്തിനും ദിവസം ഒരാളെ മാസ്റ്ററെ എന്റെ വീട്ടിന്റെ ഫ്രണ്ടില് ഈ ഉതളങ്ങ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു 100 കണക്കിന് എന്റെ വീട്ടിലുണ്ട്, ലോകം കണക്കിന്. ഞാൻ രാത്രി വരുമ്പം സോളോമൻ ബ്രദറെ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലായിരിക്കും മന്ത്രവാദങ്ങൾ ചെയ്ത്. കാരണം 100 ഫാമിലി ഒരുമിച്ച് താമസിക്കുന്നിടത്ത് 7 പെന്തക്കോസ്ത് പാസ്റ്ററാണ്. ചോദിച്ചു, കൊറോണയുടെ തലേദിവസം വീട് കയറി അയച്ചു ആൾക്കാർ. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞതറിയാം, നിങ്ങൾ പഴയ സ്വഭാവം എടുത്ത് ജോലി രാജിവെച്ചിട്ട് വന്നിരിക്കാനും പക്ഷെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ ജയിലിലാണ്. കാരണം നിങ്ങൾ ജയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഞാൻ ജയിലില് ശുശ്രൂഷ, പക്ഷെ ഞാൻ തന്നെ അവിടെ പോയി കിടക്കാൻ ഗതികേടെന്ന് ആലോചിച്ചു. അതുകൊണ്ട് നിങ്ങൾ ടൂൾസ് ഒന്നും എടുത്തിട്ടായിരുന്നു. സ്വന്തം എന്നെ കെട്ടിയിട്ടു വന്ന പാസ്റ്റർമാരോട് ഇറങ്ങലെന്ന് പറഞ്ഞു. അവർക്ക് അടിയും കിട്ടും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ രാത്രിയിലും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്ത് ഇട്ടിരിക്കും. ഞാൻ അത് ഇറങ്ങി നിന്നിട്ട് ഉറക്കെ എടുത്തിട്ട് പറയും, യേശുവേ പൂജ ചെയ്തവരായി സ്തോത്രം. ഹല്ലേലൂയ. കാരണം പിശാചിന് എപ്പോഴും നമ്മളൊരു തലവേദന ആയിരിക്കണം. അവരെ ഉറങ്ങാൻ അനുവദിക്കരുത്. അവരെ ഉറങ്ങാൻ അനുവദിക്കാതെ അവരെ തലവേദന ഉണ്ടാക്കുന്നവരായി മാറും. കാരണം 18 വർഷത്തിന് മുമ്പ് യേശു ആരെന്ന് അറിയാതിരുന്ന പൊതുസ്ഥലത്ത് വെച്ച് എന്നെ യേശു തൊട്ടു. എന്റെ ഭാര്യയെ തൊട്ടു, എന്റെ മക്കളെ തൊട്ടു. എന്റെ മകൻ ജനിക്കുമ്പോൾ ലെഫ്റ്റ് കിഡ്നിക്ക് കുഴപ്പമായിരുന്നു. വെറും 5 വയസ്സായ മകൻ പെട്ടെന്ന് ആ ദൈവദാസന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് കൈ ഉയർത്താൻ പറ്റും, എന്റെ കിഡ്നിയുടെ അസുഖം മാറി. ഇന്ന് എന്റെ മകൻ 27 വയസ്സായി. ഇന്ന് വരെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. ദൈവം ഒരിക്കൽ വിടുവിച്ചാൽ സ്വത്രം. രണ്ടാമത് സംഭവിച്ച ഇൻസിഡന്റ്, ഹല്ലേലൂയ, ഈ വിശ്വാസത്തിൽ ഇറങ്ങിയ ആ നിമിഷം അതിന്റെ ഒരാഴ്ചയും എന്റെ ഭാര്യ മനസ്സിലോതിയായി.
ഈ സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ ഇതേപോലെ പാസ്റ്റർ പറയാണ് ഇനിയാണ് അടി തുടങ്ങാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്നാണ് ഒരാൾ വിളിപ്പിച്ചത്. ഞാൻ സ്നാനപ്പെട്ട് കയറിയപ്പോൾ പറയുകയാണ് ഇവിടെ നിന്നാണ് ഇനി അടി തുടങ്ങാൻ പോകുന്നത്. കഷ്ടകാലം ഇവിടെ നിന്ന് തുടങ്ങി. ഞാൻ ദൈവം കൈ വീട്ടിൽ നിന്ന് ഇവിടെ മറ്റവൻ പറയാണ് ഇനിയാണ് ഹല്ലേലൂയ. മൂന്നാമത് സംബന്ധിച്ച് എന്റെ തൊണ്ടയിൽ മുഴ വന്നു. ഹലോ, തൊണ്ടയിൽ മുഴ വന്നു. പലരും പറഞ്ഞ് ക്യാൻസറാണ്, ചത്തുപോകുന്നു. പക്ഷെ ദൈവം തൊട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും വേണ്ടാതെ കടന്നവരാ. പൊതുസ്ഥലത്ത് ജനത്തെ ആക്രമിച്ചും മതോമത്തനായും നടന്ന ഒരുവനെ ദൈവം മാറ്റിമറിച്ചപ്പോ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാക്കി മാറ്റി. ഹല്ലേലൂയ. എന്റെ ഓഫീസിനകത്ത് നല്ല പേരില്ല. സഹോദരിമാർ ജോലിക്ക് വരുമ്പോൾ ഞാൻ റോഡിൽ നിൽക്കുകയാണെങ്കിൽ കേരളത്തിന് ഹാഫ് ഡേ ലീവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാൻ എന്ത് ചെയ്യുന്നില്ല, അവർ 500 രൂപ കടത്തുണ്ട്. ഇത് സ്ഥിരമായതുകൊണ്ട് അവരെന്ത് ചെയ്യും, ജോലിക്ക് അസൽ ഓഫീസിൽ പറയാം അല്ലേ നിനക്ക് ഞാൻ ഒരു 500 രൂപ തരാം, ഞാൻ ഗേറ്റിൽ നിന്ന് മാറുന്നില്ല. ഗേറ്റിൽ നിന്ന് മാറിക്കാൻ പറ്റുന്ന കാരണം ചെയ്യാൻ പറ്റും. അവർ ജോലി ചെയ്യും, നീയേ ചെയ്യുന്നില്ല. അവരെങ്കിലും ഒന്നും ചെയ്യില്ല. അവർക്ക് ലീവ് എടുത്തോണ്ട് പോകാറില്ല. ഹല്ലേലൂയ. ഓഫീസിനകത്ത് ഗുണ്ടാത്ത് എന്റെ സംഘടന എനിക്ക് നല്ല പൈസ തരും. മദ്യപിച്ച് മതോമത്തനായി വീട്ടുകാർക്ക് നാട്ടുകാർക്കും പറയും. സ്വന്തം ഭാര്യ പറഞ്ഞു ട്രെയിനിനോട് തലവെക്കാൻ പറഞ്ഞു. ട്രെയിനിനോട് തലവെക്കാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് തലവെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. വീട്ടുകാർക്ക് ആർക്കും നമ്മളെ വേണ്ടാതെ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു മൂല്യനായിരുന്നാണ്. പക്ഷെ ദൈവത്തിന് വേണമായിരുന്നു. ഇന്ന് 18 വർഷം കഴിയുമ്പോൾ എനിക്ക് ആർജവത്തോട് പറയാൻ പറ്റും, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന നമ്മുടെ വലിയ. അതുകൊണ്ട് ആ പാട്ട് പാടിയത് കാത്തു കൃപയിൽ കാലം മുഴുവനും കൺമണി പോലെ അവൻ നമ്മെ കാത്തു പരിപാലിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഗതിമാറ്റം ഒറ്റ സെക്കൻഡ് മതി. ഒരു ചെരുപ്പ് കുത്തി ഉപയോഗിച്ച ദൈവത്തിന്, ഒരു ഭിക്ഷക്കാരൻ ഉപയോഗിച്ച ദൈവത്തിന് നമ്മളെ മാറ്റാൻ അഹങ്കരിക്കാൻ നമുക്ക് ഒരു കാരണവുമില്ല. ജോലി കിട്ടി, ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ സുവിശേഷം പറയാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ സുവിശേഷം പറയും, രാവിലെ എന്ത് ചെയ്യും, ജോലിക്ക് പോകും. ഹല്ലേലൂയ. സുവിശേഷം വൈകുന്നേരത്തെ തെരുവുകളിൽ പറയും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആത്മാവിൽ ഒരു ശക്തി പ്രാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് പൊതി കൊണ്ട് പോകും, ആഫീസിൽ പോകത്തില്ല. ഭാര്യ സെക്രട്ടറിയിൽ വിടും, ഞാൻ എവിടെ പോകും. ഇതുപോലെ ദൈവദാസങ്ങൾ ശുശ്രൂഷ നടത്തും. 21-14-7 അവിടെ ചെന്നിരുന്ന് കേൾക്കും, ആഹാരം കഴിക്കും, വൈകിട്ട് വരും. ഒരു ദിവസം വീട്ടിലേക്ക് സാറുമാരെല്ലാം വന്ന് ചോദിച്ചു, അനിൽ സാർ ഓഫീസിൽ വരുന്നത് 2 മാസമായിട്ട്. ഭാര്യ കെട്ടിപ്പോയി. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ട് പോകുന്നില്ല, നിങ്ങൾ എവിടെ പോകുന്നു? നോർമലി ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല, എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ചോദിച്ചു ഈ പാസ്റ്റർ ഡിസ്ചാർജ് ചെയ്യണം. എൻ്റെ റിട്ടയർമെന്റിന്റെ VRS 2020 ഫെബ്രുവരി മാസം 29 എടുക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കഴിഞ്ഞ് എൻ്റെ ഓഫീസിനകത്ത് 19 പേര് 20 പേര് റിട്ടയർമെന്റ് എടുക്കുന്നതിൽ കാണാൻ വന്ന ഏക വ്യക്തിയാണ് ഈ പാസ്റ്റർ ജോസ്. ഈ വിശുദ്ധ വേദപുസ്തകം അന്ന് വാങ്ങിച്ചതാണ്. എല്ലാവരും 19 പേരും റിട്ടയർമെന്റ് എടുക്കുന്നത് 60 വയസ്സ് പൂർത്തീകരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ 48ാമത്തെ വയസ്സിലാണ് റിട്ടയർമെന്റ് എടുക്കുന്നത്. വീണ്ടും 10-12 വർഷം സർവീസ് ഉള്ളപ്പോൾ അന്നത്തെ ഓഫീസർ അവർ എണീറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സർവീസ് പൂർത്തിയാക്കിയിട്ട് പോകുമ്പോൾ ഒരുവൻ ആർക്കും വേണ്ടാതെ കിടന്നൊരാളാണ്. ഞാൻ ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ അന്നത്തെ ആശംസ വാക്കുകൾ പറഞ്ഞു. കള്ളമാണ് കൊടുക്കുന്നു. ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ആർക്കും വേണ്ടാതെ എന്നെ ദൈവം അവിടെ മാനിച്ചു. എൻ്റെ ഭാര്യയും എന്നെ വിളിച്ച് ഓഫീസർ ചേർത്ത് നിർത്തി. എല്ലാവരും നല്ല ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയായി. എല്ലായിടത്തും നല്ല യാത്രയായി വളരെ ഏകദേശം 1 ലക്ഷത്തിലധികം ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ജോലി എടുത്തു കളഞ്ഞിട്ട് ഞാൻ ഈ സുവിശേഷത്തിൽ ഇറങ്ങുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ പലരും പറഞ്ഞു ജോലി രാജിവെക്കരുത്. ജോലി രാജിവെച്ച് വീട്ടിൽ വന്ന് 20 ദിവസം കഴിയുമ്പോൾ മാർച്ച് മാസം 23-ാം തീയതി അർദ്ധരാത്രിയിലെ ഹല്ലേലൂയ ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ഉണ്ടായി. അന്ന് ഏകദേശം 3-3.5 ലക്ഷം രൂപ വെള്ളമടിച്ചൊക്കെ എല്ലാം തീർന്നു. അവന് കിട്ടിയത് കുറച്ച് പൈസയേ ഉള്ളൂ. 3-3.5 ലക്ഷം ബൈക്ക് ക്യാഷ് കിട്ടിയത് ആ പൈസ കയ്യിൽ വെക്കുമ്പോൾ എനിക്കറിയത്തില്ല ആർക്ക് ആ കൊറോണ സമയത്തുള്ള അനേകം കുടുംബങ്ങൾക്ക് ആ 3.5 ലക്ഷം രൂപ ഈ കയ്യിൽ ചിലവാക്കേണ്ടി വന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു എന്തായാലും ഒന്നും മിച്ചമില്ല, ഇത് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ തലമുറ ദൈവം അനുഗ്രഹിക്കും. ചോദിച്ചു തുടങ്ങിയത് ഈ പാസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയത്. അന്ന് എനിക്കിന്ന് ഓർമ്മയുണ്ട് ഈ അഭിഷേകത്തിൽ പറഞ്ഞൊരു വാക്ക്, 30 രൂപയുള്ളൂ. നാളെ ലോക്ക്ഡൗൺ ആണ്. 30 രൂപ കയ്യിലുള്ളൂ അനിൽ പാസ്റ്റർ എന്ന് കയറുന്നത്. അന്ന് ലോക്ക്ഡൗൺ ആണ്. പിറ്റേ ദിവസം അവിടെ നിന്ന് തുടങ്ങി പരിപാടി. സ്തോത്രം.
3.5 ലക്ഷം രൂപയും അതിലധികം ചിലവാക്കുമ്പോൾ കൈവച്ചില്ല. പലരും പറഞ്ഞു നിന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി, നിന്റെ തെരഞ്ഞെടുപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞു നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ള കണ്ണീർ പോലെ കാത്തിടുന്നേ അന്ത്യം വരെ താങ്ങി നടത്തിടും പൊൻകരത്ത ആടാലേ ജീവിതമാകുക നീ തളരുകയോ ഇനി സഹജേ ആടാലേറും ജീവിതമാകുക നീ തളരുകയോ ഇനി സഹജേ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറത്തില്ല. പലരും പറഞ്ഞു തെറ്റുപറ്റിപ്പോയി, ജോലി രാജിവെച്ചു, നിന്റെ നന്മയെല്ലാം അണഞ്ഞു, ലോക്ക്ഡൌൺ ആയി. ഒന്ന് ആലോചിച്ച് നോക്കി, സോളമൂരെ 2 വർഷം 1.5 വർഷം ലോക്ക്ഡൌൺ അല്ലേ? നോർമലി എനിക്ക് കിട്ടാൻ 1 ലക്ഷം വെച്ചാണ് 2 വർഷത്തേക്ക് എത്ര രൂപ കിട്ടണ്ടേ? വീട്ടിലിരുന്ന് എന്റെ കൂട്ടുകാർക്കെല്ലാം പൈസ കിട്ടും. എല്ലാവരും വിളിച്ചു വന്ന അളിയ 2 മാസം കൂടി കഴിഞ്ഞ് എനിക്ക് ഇരുന്നെങ്കിൽ വീട്ടിലിരുന്ന് പൈസ വാങ്ങിക്കാൻ. അന്ന് എനിക്ക് പെൻഷൻ ഇല്ല, എന്റെ പൈസ മുഴുവൻ തീർന്നിട്ട് പോലും ഞാൻ നിലവിച്ചില്ല. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മയേക്കാൾ ഞാൻ ഇതെല്ലാം വിറ്റുപെറുക്കിയിട്ട് ഒരു നിലം വിലയ്ക്ക് വാങ്ങി. പലരും പറയും ഇവൻ പൊട്ടനാണെന്ന് പറയും. പക്ഷെ എനിക്കറിയാം ഞാൻ വിറ്റുപെറുക്കി വാങ്ങിച്ച നിലത്തിനകത്ത് എന്തുണ്ട്? ഒരു നിധി മറന്നു കിടപ്പുണ്ട്. ഒരു നിധി മറന്നു കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു നിധി മറന്നു കിടപ്പുണ്ട്. അത് കാത്ത് അതിനെ കാത്തു. കോടി ദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഞാൻ വീട്ടിനകത്ത് തെക്കത്ത് വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന എന്റെ അപ്പന്റെ കുടുംബം, എന്റെ അമ്മയുടെ കുടുംബം, അനേകം പേർ ഇന്നും യേശുവിനറിയാതെ വീട്ടിനകത്ത് കോവിലുകൾ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് സകലം വിട്ടു കളഞ്ഞിട്ട് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒറ്റക്കുകള് ദൈവത്തിന്റെ സ്നേഹം എന്നെ വിളിച്ചു വിളിച്ചപ്പോ എനിക്കറിയത്തില്ല. 2 വർഷത്തെ കൊറോണ സമയത്ത് 2ാമത്തെ സാർക്ക് 2 എന്റെ ശരീരത്തിൽ വ്യാപരിച്ചു. എന്റെ ഭാര്യയ്ക്ക് ആദ്യം അസുഖം വന്നവനെ വിട്ടയച്ചു. 2ാമത്തെ അസുഖം വന്ന് എന്റെ കണ്ണ് സാർക്ക് 2 വന്ന് കണ്ണ് തള്ളു, അറിയാമോ? 2ാമത്തേത് വന്നത് കണ്ണ് തള്ളി പുറത്തു വരും. പഞ്ചായത്തിലുള്ളവരെല്ലാം നോട്ടീസ് ഒട്ടിച്ചു. അവിടെ ചുവന്ന കൊടി കെട്ടി, കറുത്ത കൊടി കെട്ടേണ്ട പോലെ ചുവന്ന കൊടി കെട്ടി. പലരും കൊണ്ടുവന്ന ആഹാരം ഗേറ്റിൽ വെച്ചിട്ട് പോകും. നെടുമങ്ങാടുള്ള എന്റെ ഒരു കൂട്ടുകാരൻ ജേക്കബ് ജി പോൾ പാസ്റ്റർ വീട്ടിൽ കൊണ്ടുവന്ന ആഹാരം ഗേറ്റിൽ വെച്ചിട്ട് ഒരു ബെല്ലടിച്ചിട്ട് അങ്ങ് പോകും. സ്തോത്രം. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന ആഹാരം ഇഴഞ്ഞിരുന്ന് കഴിക്കും. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ എനിക്ക് 2ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റുന്നില്ല. അത്രയും അസഖ്യമായ വേദന. അന്ന് രാത്രി ഞാൻ കൊറോണ വന്ന് മരിക്കുമെന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. രാത്രി 2:30 മണിയായപ്പോൾ എനിക്ക് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നെ വിളിച്ചു വേർതിരിച്ചു. ജാതികളിൽ നിന്ന് ഞാൻ നിന്റെ സുവിശേഷം അറിയാൻ വ്യഗ്രതയുള്ളവനാണ്. എനിക്ക് ആയുസ് നീട്ടി തന്നാൽ നിനക്ക് വേണ്ടി വിശ്വസ്തതയോട് ഞാൻ ഓടും. ഇന്ന് രാത്രി എന്നോട് യേശു പറഞ്ഞു നീ ഒരു പേനയും പേപ്പർ എടുക്കാൻ പറഞ്ഞു. ഒരു പേനയും ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ICU കിടക്കുമ്പോഴാണ് യേശു നമ്മളെ കാണാൻ പറ്റുന്നത്. അന്ന് രാത്രി എന്നോട് ദൈവം പറഞ്ഞൊരു പാട്ട് എഴുതാൻ പറഞ്ഞു. ആ പാട്ട് അന്ന് രാത്രി എഴുതുമ്പോൾ എനിക്കറിയത്തില്ല. അതിന്റെ ആദ്യത്തെ വരെ എഴുതിയില്ല. 2ാമത്തെ വരെ എഴുതുമ്പോൾ സ്വർഗം പറഞ്ഞു ഈ പാട്ട് അനേകം പേർ ഏറ്റുപറയുന്ന പാട്ടാക്കി ഞാൻ മാറ്റി. കണ്ണു നീ താഴ്വരയിൽ, അതല്ല പാട്ട്, അത് നിങ്ങളുടെ പാട്ട്, എന്റെ പാട്ട് അതല്ല. അതിനൊരു പാട്ടുകാർ നന്നായിട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട്. കരുണയിൻ നായകനെ, കൃപയുടെ നാഥനെ, ജീവന്റെ ഉറവിടമേ, യേശു രാജാവേ, പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാപ്പാറമേ, എന്റെ കാലുകൾ ഉറപ്പിച്ചോനെ. ഞാൻ അന്ന് രാത്രി പാട്ട് പാടുമ്പോൾ എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് യൂട്യൂബിൽ നിങ്ങൾ അനിൽ അടൂർ നടിച്ചിട്ട് ഈ കരുണയും നായ അല്ലെങ്കിൽ അനിൽ ബെനീസ് നടിച്ച ഈ പാട്ട് കിട്ടും. 3 പാട്ടുകൾ എഴുതി റിലീസ് ചെയ്യാൻ ദൈവം എനിക്ക് കൃപ. ഒരു 18 വർഷം കൊണ്ട് ആർക്കും വേണ്ട പുറംപുറത്തിൽ കിടന്നവൻ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയത്. ഒരു നിഷ്ഠൂരനായിരുന്നു, ഉപദ്രവകാരിയായിരുന്നു.
ഒരു ദ്രോഹിയായിരുന്നു. ദൈവമക്കളെ ഓട്ടിച്ചിട്ട് അടിച്ചും അവരെ ആക്രമിച്ചും ബൈബിൾ കത്തിച്ചു, ബൈബിളിനെ പല പ്രാവശ്യം ചെടിക്കകത്ത് പുതച്ചു വെച്ചു. എന്റെ ദേശത്ത് സുവിശേഷം അറിയിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് എന്റെ അടിഞ്ഞ് ഇപ്പോഴും ദേഷ്യപ്പെടുകയാണ്. അവൻ ഇപ്പോഴും ദേഷ്യം പറഞ്ഞിട്ടില്ല അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ നല്ല ചെയ്തിട്ട് എന്റെ അതിനെ എന്നെ ഇങ്ങോട്ട് ചീത്ത വിളിക്കുക. ഒന്ന് വെട്ടൊന്ന് കണ്ടന്റുണ്ടായിരുന്നു സ്വഭാവം. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം ഒരു നല്ല ഇടയൻ തന്റെ ആടുകളെ സംരക്ഷിക്കുന്നു. എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ജോലി രാജിവെച്ച് പുറത്തു വന്നപ്പോ പലരും പറഞ്ഞു ഇവൻ എന്നാ പരിപാടി കാണിക്കുന്നു. പക്ഷെ ഇത് പലർക്കും വയറ്റിപ്പിഴപ്പായിരിക്കും. പക്ഷെ എനിക്കിത് ജീവിതമാണ്. നമ്മൾ സുവിശേഷം പറഞ്ഞ ആൾക്കാർ കേൾക്കും. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അംഗൻവാടിയിൽ ജോലി കളഞ്ഞിട്ടില്ല നിൽക്കുന്നത്, അല്ലാതെ പണിക്കടയിൽ ജോലി നിന്നിട്ടില്ല. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. 30 വർഷം ജോലി ചെയ്തു. 1-2 വർഷം 30 വർഷം BSNൽ ജോലി ചെയ്തു, സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി. അതുകൊണ്ട് ജോലി രാജിവെക്കുമ്പോൾ വ്യക്തമായും അറിയാം ഇത് ഒന്നും കാണാതെ രാജിവെച്ചതല്ലെന്ന്. ജോലി രാജിവെക്കുന്നതിന് മുമ്പ് അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്കൊരു അടയാളം വേണം. അന്ന് രാത്രി ഞാൻ 2:30 മണിക്ക് 1:30-2 മണിയായപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് എന്റെ സമയം 2:30 മണിയാണ് പ്രാർത്ഥിക്കുന്നത്. ആ എണീക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് കേൾക്കുന്നു. കായംകുളം ബി മോനച്ചൻ പാസ്റ്ററിന്റെ മെസ്സേജ്. ഈ മാർഗത്തിന് വേണ്ടി ജോലി ഉപേക്ഷിച്ച് ഇറങ്ങി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ക്രിസ്തു മാർഗം തന്നെയാണ്. ജോലി രാജിവെച്ച് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ മാനിക്കാതെ ദൈവം വിടത്തില്ല. അന്ന് രാത്രി ഞാൻ കൽപ്പിച്ചു. പിറ്റേ ദിവസം നമ്പർ കണ്ടുപിടിച്ച് മോനച്ചൻ പാസ്റ്റർ വിളിച്ചു. മോനച്ചൻ പാസ്റ്റർ അന്ന് കോവളത്ത് പ്രസംഗിക്കാൻ നിന്നു. തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ ക്യാന്റീനിൽ വെച്ച് എന്റെ BRSന്റെ ഫാം അദ്ദേഹം പ്രാർത്ഥിച്ച് എന്റെ കൈ തന്നു. സ്തോത്രം. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഈ മോനച്ചൻ കായംകുളം അനിൽ ബെന്നീസ് എന്ന് പറഞ്ഞാൽ അറിയാം. അനിൽ ബെന്നീസിന്റെ BRSന്റെ ഫാം അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത് ആ ക്യാന്റീനിനകത്ത് വെച്ച്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയി സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് കൊറോണയിൽ അവസാനത്തെ മെസ്സേജ് അദ്ദേഹത്തിന്റെ സഭയിലായിരുന്നു. ഞാൻ ഈ പാസ്റ്റർ വിളിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് 2-4 വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, അന്ന് മരിക്കപ്പെടേണ്ട എന്റെ വീട്ടുരാത്രികൾ നിങ്ങൾ അന്ന് രാത്രി പ്രാർത്ഥിക്കും. സ്വർഗം പറഞ്ഞു കൊറോണ കഴിയുമ്പോൾ നിങ്ങൾ പുറത്തിറക്കും. ഇന്ത്യക്കകത്ത് മുഴുവൻ നീ സഞ്ചരിക്കണം. ഇന്ത്യക്കകത്ത് 29 സംസ്ഥാനത്തിനകത്ത് ഏകദേശം 6500 ഗ്രാമം, 3500 പട്ടണം, 2500 ചെറുപട്ടണം ഈ കാലുകൾ കൊണ്ട് നടന്നുപോയി എന്റെ യേശുവിന് വേണ്ടി സാക്ഷീകരിക്കാൻ പോയി. ഹല്ലേലൂയ. അതിനുപരിയായി നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, ബംഗ്ലാദേശ് 4 രാജ്യങ്ങൾ ആ സീസണിൽ എനിക്ക് ഓവർകം ചെയ്യാൻ സ്വർഗവിടയാക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 1.5 മാസത്തിന് മുന്നേ യൂറോപ്യൻ യൂണിയനിലെ 10 രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രാൻസ്, ബെൽജിയം, ലക്സംബർഗ്, നെതർലാൻഡ്സ്, സോൾവാനിയ, വത്തിക്കൻ, റോം, ഇറ്റലി, അതുപോലെ തന്നെ ബ്രസീൽ, സ്വിറ്റ്സർലൻഡ്, അതുപോലെ ഓസ്ട്രിയ, ഡെൻമാർക്ക്, സ്വീഡൻ, അങ്ങനെ 10 രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സന്ദർശിച്ച് ആരുടെയും ഒത്താശയില്ലാതെ സ്തോത്രം. ഹല്ലേലൂയ. ലോൺ എടുത്ത് പെൻഷന്റെ ലോൺ എടുത്ത് ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോയിട്ടില്ല. ഐ എം നോട്ട് എ ബെഗർ, ഐ എം എ ബിഗർ. മനസ്സിലാവുന്നുണ്ട്? ഇംഗ്ലീഷ് പദം മനസ്സിലാവുന്നുണ്ടോ? ഐ എം നോട്ട് എ ബെഗർ. ഞാനൊരു ഭിക്ഷക്കാരനല്ല. എന്റെ അപ്പന്റെ പേര് യേശു എന്നാണ്. ഐ എം നോട്ട് എ ബെഗർ, ഐ എം എ ബിഗർ. ഞാൻ ആരുടെ തെണ്ടിയാണെങ്കിൽ എന്റെ അപ്പൻ താന്നു പോവുകയാണ്. ഈശാജി വൈകിട്ട് പറയും നിന്റെ മോൻ വലിയ ഡയലോഗ് അടിച്ച് തെണ്ടയാണ് കണ്ടോ. എന്റെ അപ്പൻ ഭിക്ഷക്കാരനല്ല. എന്റെ അപ്പൻ എനിക്ക് അളവ് കൂടാതെ തരുന്ന ദൈവമാണ്. എന്റെ പെൻഷന്റെ ഒരു പങ്ക് എല്ലാ മാസം 10,000 രൂപ ലോൺ പിടിച്ചാലും എന്റെ വരുമാനത്തിൽ ഒരു നന്മ കുറഞ്ഞാലും എന്റെ യേശുവിന് വേണ്ടി ഞാൻ ഓടും. തമിഴിലൊരു പാട്ടുണ്ട്, അറിയാമോ? ഓടുകീരേൻ ഓടുകീരേൻ യേശുവുക്കായി ഓടുകീരേൻ ഓടുകീരേൻ ഞാൻ ഓടുകീരേൻ എന്റെ യേശുവിനായി ഓടുകീരേൻ. എന്തെല്ലാം പ്രശ്നം വന്നാൽ ആർക്കും വേണ്ടത് നിന്റെ കുടുംബത്തിൽ സമാധാനം. എന്റെ മകൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. എന്റെ മകൾ ജർമ്മനിയിൽ പഠിക്കുന്നു. ആരുടെ പ്രാർത്ഥനയില്ല, നമ്മുടെ പ്രാർത്ഥന. അപ്പൻ വിറകെടുത്തത് കൊണ്ട് മക്കളുടെ കഴുത്തിൽ കത്തി കയറിയില്ല. അബ്രഹാമേ, നീ വിറകെടുത്തത് കൊണ്ട് നിന്റെ മകനായ ഇസഹാക്കിന്റെ കഴുത്തിൽ കത്തി വെക്കത്തില്ല. അല്ല, ഇസഹാക്കിന്റെ
ഡിഗ്രി കൊണ്ടല്ല കത്തി വെക്കാത്തത്. അപ്പൻ വിറകെടുത്തു. മകൻ ചോദിച്ചു, അപ്പ വിറകമുണ്ട്, തീയുമുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? കരുതിക്കൊള്ളു. ഈ സീസണിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകരുതാണ്. ഈ വർഷം നിന്റെ കുഞ്ഞ് പഠിക്കണ്ട. ഈ വർഷം നിന്റെ കുഞ്ഞ് ബൈബിൾ വായിക്കണ്ട. ഈ വർഷം നിന്റെ മോൾ ആഗ്രഹിച്ച അഡ്മിഷൻ കിട്ടിയില്ല, വേണ്ട. പിന്നെ എന്നാ പരിപാടിയാ? ബൈബിൾ വായിക്കട്ടെ, സദൃശമാക്കി. ഒരു വർഷം ബൈബിൾ വായിക്കും, ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാർ പഠിക്കുന്ന കോളേജിൽ നിന്റെ മോൻ പഠിക്കും, നിന്റെ മോൻ പഠിക്കും. അന്ന് പറ, ലോകത്തിലെ 100 ഏറ്റവും വലിയ കോളേജാണ്. അതിലൊരു കോളേജിലാണ് എന്റെ മകൾ പഠിക്കുന്നത്, ബെർലിനിലെ പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ കോഴ്സ്. 3 വർഷം കോളേജ് മാർഗാൻസിൽ BA ലിറ്ററേച്ചർ പഠിച്ചു, കോളേജ് ഫസ്റ്റ്. ഹല്ലേലൂയ. 5 ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം: ജർമ്മൻ, സ്വീഡിഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ആൻഡ് ജപ്പാൻ. എന്റെ മകനും മകൾക്കും 5 ഭാഷകൾ കൈകാര്യം, വിദേശ ഭാഷ. എവിടുന്ന് കിട്ടി? 18 വർഷത്തിന് അപ്പൻ കള്ളുകൂടിയ, വീട്ടിൽ സമാധാനമില്ല, ഭാര്യ ഡേയിൽ എടുത്തിട്ട് അടിക്കുന്ന ഒരു കുടുംബം, നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യം. 24 വീട് വാടകയ്ക്ക് മാറി തിരുവനന്തപുരത്ത്. അതേ ഭവിഷ്യത്തിനായി ആരും വീട് വാടകയ്ക്ക് തരത്തില്ല. ബ്രോക്കർമാർ വീട് കൊടുക്കുന്നവർ അടിയും വഴക്കും കൊണ്ട് ഓരോ ഒറ്റ മുറിയിൽ കിടക്കുമ്പോഴും അന്ന് എനിക്കറിയത്തില്ല എന്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. അതില് പിന്നത്തെ എനിക്ക് മനസ്സിലായി, ആ പാട്ട് എഴുതിയത് എനിക്ക് വേണ്ടിയാണ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ ജീവൻ വെച്ചീരും രക്ഷകനാ അന്ത്യാശ്വാസം വായേ. ഹല്ലേലൂയ. ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത് അപ്പൻ അമ്മയെ മുട്ടുമടക്കിയതുകൊണ്ടാണ്. മോൾ വെള്ളം കൊണ്ടുവന്നപ്പോൾ കണ്ടില്ലേ? മോൾ വെള്ളം കൊണ്ട് വന്നപ്പോൾ നമ്മൾ മുട്ടയിലിരിക്കുക. നമുക്ക് മുട്ടും പെരുമുട്ട് വാദമൊന്നുമില്ല. നമുക്ക് കാലക്ക് പെരുവില്ലു. നീ എന്ത് വിതയ്ക്കുന്ന അത് പോയി. വിളിക്കപ്പെട്ടവർ അനേകം, വിളിക്കപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആ ചുരുക്കത്തിൽ ഒരാളെ നീ മാറണം. വിളിക്കപ്പെട്ടവർ അനേകം, ആ കൂട്ടത്തിൽ പോകരുത്. തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കത്തിൽ ഒരാളാണ്. അതിന് ഞാനുണ്ടോ? ഇന്ന് പകലിൽ അങ്ങനെ ഒരു ആത്മപരിശോധന ഉണ്ടായിരിക്കണം. ആണോ ഇല്ലയോ? ദൈവം തന്നതെല്ലാം നന്മയ്ക്കാൻ ആണോ ഇല്ലയോ? ആണോ? നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ 2 വാച്ച് കിട്ടുമോ? കിട്ടും. ഒരുപാട് ശബ്ദം ഈ മുറിക്കകത്തുണ്ട്. ഞാൻ എല്ലാം കൂടി വാരി കിട്ടുള്ളൂ. ഒരു ശബ്ദം ആണോ? ആണോ ഇല്ലയോ? പറ. എനിക്ക് ഒത്തിരി നല്ല പേൻസ് ഉണ്ട്. ടോമിയുടെ ഉണ്ട്, അല്ലെങ്കിൽ ലൂയിസിനുണ്ട്. എല്ലാം കൂടെ എനിക്ക് കിട്ടാൻ പറ്റും. അങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ നിങ്ങൊന്നും ആലോചിച്ചു. ഷുഗർകാരൻ ജംഗ്ഷനിൽ നിന്നാണ്. എന്നെ പണക്കാരെന്ന് പറയത്തില്ല, പട്ട്. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് 10 വാച്ച് കെട്ടി 10 ഉടുപ്പ് ഇട്ട് 10 പേൻ ഇട്ട് പോലെ നിങ്ങൾ ആലോചിച്ചു. സ്വതന്ത്രം ആലോചിച്ചു. ഞാൻ വരുമ്പോൾ കൈലി കൂടി കൊണ്ടുവന്നു. കാരണം അത് കൊണ്ട് ഒന്നുകയാ എന്റെ വന്ന വഴി ഞാൻ മറക്കത്തില്ല. ഈ കൈലിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ മേടിച്ചതല്ല, നിങ്ങൾ എന്നെക്കൊണ്ട് മേടിച്ച് കളയുന്നു. ഇതൊക്കെ അക്കൻ മേടിച്ചു. ബോംബെ എയർപോർട്ടിൽ വെച്ച് ഒരിക്കൽ 3:30 മണിക്ക് ലേ ഔട്ട് ഉണ്ടായിരുന്നു. ലേ ഔട്ട് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. ലേ ഔട്ടിൽ ഇരിക്കുമ്പോൾ എന്റെ അടുത്തൊരു ഹിന്ദിക്കാരൻ അവനോട് പറഞ്ഞോണ്ട് അവന് ചെറിയൊരു അസുഖമുണ്ട്, പൈൽസിന്റെ അസുഖം. എന്താ അസുഖം? പൈൽസിന്റെ. അവനവൻ വേദനിച്ച് അന്തം വിട്ടിരിക്കുക. ഞാനവന് ബർഗർ കഴിച്ചോണ്ടിരിക്കുക. ഇവ എന്റെ ബർഗറിൽ നോക്കും, എന്റെ മുഖത്തും. ഇവനിത് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനമാണ്. ഞാൻ അടുത്ത് ചോദിച്ചു, അടുത്ത് വിളിച്ചു, സുവിശേഷം പ്രാർത്ഥിച്ചു, ഒരു വെള്ളം കൊടുത്തു. അവന്റെ ശരീരത്തിനകത്ത് അപ്പത്തിന് അതിനകത്ത് ഒരു ആശ്വാസം കണ്ടു. പൈൽസിന്റെ അസുഖം. അവൻ നേരെ ബാത്റൂമിൽ പോയി. സംഭവം ക്ലീൻ. അവൻ നേരെ എയർപോർട്ടിനകത്ത് അന്ന് ലോഞ്ച് ചെയ്ത ടോമിയുടെ ഒരു വാച്ചുകളുണ്ട്. അവിടെ കൊണ്ട് 2 വാച്ച് മേടിച്ചത് 40,000. ടോമിയുടെ 2 വാച്ച്, ഒറ്റ പ്രാർത്ഥന, 2 വാച്ച്. എന്നാ വേണം? എന്താ ഇഷ്ടം? ഞാൻ വാച്ചാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് എന്റെ വീട്ടിൽ ഒത്തിരി വാച്ചുണ്ട്. അപ്പൊ എനിക്ക് പുതിയത് വരുമ്പോൾ പഴയത് ആർക്കെങ്കിലും ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. സ്തോത്രം. അത് വെച്ചോണ്ടിരിക്കത്തില്ല. പുതിയത് വരുമ്പോൾ പഴയത് കൊടുത്തിരിക്കും. അപ്പൊ അങ്ങനെ വാച്ച് തന്നാ 2 ടോമിയുടെ. അത് ലിമിറ്റഡ് എഡിഷനാണ്. പുതിയത് കിട്ടും, പുതിയത് കൊടുക്കണം. പക്ഷെ എന്റെ ഇല്ല. പുതിയത് പുതിയത്
പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പലരും എന്റെ വാച്ച് ചോദിക്കും, അങ്ങനെ പാസ്റ്ററിന്റെ വാച്ച് കിട്ടിയാൽ മതി, പുതിയത് വേണ്ട, ഇത് തന്നെ മതി എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കൊടുക്കും, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു വിഷമവും എനിക്ക് ആൾക്കാരെ ഇത് കൊടുക്കുക. ഇനി നാടൻ വാച്ച് മാത്രമേ കിട്ടാനുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇവിടെ ഓരക്കാർ കെട്ടിക്കൊണ്ടിരുന്ന കയ്യാ. ഒരു എയർപോർട്ടിനകത്ത് വെച്ച് ലേ ഔട്ട് കിട്ടിയപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞ് എന്റെ ഫ്ലൈറ്റ് ഉള്ളൂ. ഒരുത്തന്റെ അസുഖം മാറ്റിയപ്പോൾ ആ പഞ്ചാബി ഇന്ന് എന്റെ സുഹൃത്തിന് അദ്ദേഹം എനിക്ക് വാങ്ങിച്ചു തന്ന സ്തോത്രം മനസ്സിലാവുന്നുണ്ടോ? 18 വർഷമായി ഈ 10 രാജ്യത്ത് പോയി നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഫ്രാൻസിലെ ടൗൺ എന്താണ് പാരീസിൽ ഈഫൽ ടവർ, ഞാൻ ഏഫൽ ടവർ ഈഫൽ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല. യേശു എന്ന് പറയണം 71 സങ്കീർത്തനം 7-ാം വാക്യം എടുക്കാൻ പറഞ്ഞു. 71 പെട്ടെന്ന് 71 ഞാൻ പലർക്കും ഒരു അത്ഭുതം. ഞാൻ നിൽക്കുന്ന ഏതാണ് 7 വൻ അത്ഭുതത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. യേശു പറയുന്നു, നീ ഒരു അത്ഭുതമാണ്. യു ആർ എ സൈൻ, യു ആർ എ വണ്ടർ. നീയെ ഒരു അത്ഭുതം, നീയെ ഒരു അതിശയം. നിന്റെ വിളിയാണ് നിന്റെ അഭിഷേകം. ഹല്ലേലൂയ. ഒരുവരെ കണ്ടാൽ അറിയാൻ പറ്റും. സഹോദരി, ഒരാളെ കണ്ടാൽ അറിയാവുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പറ്റം. സത്യസുവിശേഷത്തെ സത്യസന്ധമായി സുവിശേഷിക്കണം. 45 പ്രാവശ്യം 3 പ്രാവശ്യം കത്തിച്ച ഈ വിശുദ്ധ വേദവസ്തുക്കൾ 45 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വായിക്കുന്ന എണ്ണയില്ല. ഇത് ഇതുപോലെ 1 മണിക്കൂർ നിൽക്കും. കാരണം ഇവിടെ കളങ്കമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ആരോട് കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ സമയത്ത് അപ്പൊ പുറകിലോട്ട് മറിഞ്ഞാൽ മലന്ന് വീണാലും ആമയം പറയും. എന്റെ ഏറ്റവും ഒരു ആഗ്രഹം എന്നറിയാമോ? പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ തന്നെ ആത്മാവ് എടുക്കപ്പെടണം. അറിയാമോ? ഞാൻ ഒരിക്കൽ കല്ലെറിഞ്ഞ JC പാറക്കടവിൽ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ തന്നെ ആത്മാവിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുന്ന ആ സ്റ്റേജിൽ അതിന് 1 മണിക്കൂർ ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട വഴി ഞാൻ പാസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മീറ്റിംഗ് ആയതുകൊണ്ട് ആ സ്റ്റേജിൽ കയറി 1 നിമിഷം പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷേ അന്ന് വൈകിട്ട് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും എനിക്ക് ഓർമ്മ, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ഉം 11-ഉം വാക്യമാണ് അയാൾ അവസാനമായി പ്രസംഗിച്ചത്. അറിയാമോ? ആ വാക്യം പറഞ്ഞ് അവിടെ വെച്ച് അയാൾ സ്വർഗത്തിൽ എടുക്കപ്പെടുവാൻ ഇടയായിട്ട് ഒരിക്കൽ കത്തിച്ച ബൈബിളാ ഇന്ന് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നുണ്ട് അഭിമാനത്തോടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിന് വലിയ കാര്യം. യേശുവിന്റെ പടയാളിയായി മാറണം. അതല്ല അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം. ഞാൻ എന്റെ യേശുവിനാണ് ഈ ലോകത്ത് നിലക്കിട്ട് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോ ലോട്ടറി ടിക്കറ്റ് അടിച്ചതല്ല. ആണോ? ആണോ ചാ? ആണോ ചാ? വലിയ വീട് കിട്ടിയതാണോ? ആണോ? അല്ല. വലിയ കാർ കിട്ടിയതാണോ? ഈ തലയ്ക്ക് മുകളിൽ ഈ സാധനം കിട്ടിയതാണോ? ഇതില്ലെങ്കിൽ ഒന്നുമില്ല. ആരില്ല. നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരും പണക്കാരും പണച്ചാക്കുകളൊക്കെ ഐശ്വര്യം കിടക്കുകയാണ്. ഇവിടുത്തെ ലക്ഷ്യ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. രാവിലെ ആകുമ്പോൾ 3 ലക്ഷം ബില്ല്, 4 ലക്ഷം ബില്ല്, 5 ലക്ഷം ബില്ല് വിറയ്ക്കാതെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ സുവിശേഷിക്കുന്നത് 5 പൈസ ചോദിച്ചിട്ട് എന്നോട് പലരും ചോദിച്ച് അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ചെക്കോസ്ലോവാക്യയിലും പോകുന്നുണ്ട്. സ്പോൺസർ എത്ര കോടി ബാങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു 500 രൂപയ്ക്ക് മുകളിൽ എന്റെ അക്കൗണ്ട് നിർത്തരാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ വീട് സ്ഥലം എഴുതി തരാം. കഴിഞ്ഞ ദിവസം എന്റെ അക്കൗണ്ട് കണ്ടിട്ട് ചോദിച്ചു 59,590 ഞാൻ തലയടിച്ചിരുന്നു. പോയതൊക്കെ ഉണ്ടാകും എഴുതിയില്ലെങ്കിൽ 595 15 പൈസ ആണോ? കള്ളം പറയരുത്. സ്വർഗം കിട്ടത്തില്ല. ഇത് നിങ്ങളാരും ഉത്സാഹിപ്പിക്കാനോ പൈസ തരാൻ വേണ്ടി പറയുന്നല്ല. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാരന്തദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാരന്തദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ പറഞ്ഞു പൈസ തരാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്ത് പോകാൻ
ഇന്ന് 22 രാജ്യം. ഞാൻ ജനിച്ച രാജ്യത്തിനകത്ത് 29 സംസ്ഥാനം, അതിനകത്ത് കടങ്ങുന്ന 6500 ഗ്രാമം, 3500 പട്ടണം, ചെറുപട്ടണം. ഈ കാല് കൊണ്ട് നടക്കാൻ 50ാമത്തെ വയസ്സിൽ ഞാൻ കാലും കൊണ്ട് പോയതാ. ഇന്ന് 53 വയസ്സായി. ഇതിനകത്ത് 22 രാജ്യവും എന്റെ ദേശവും ചുറ്റിക്കറങ്ങാൻ ദൈവം കൃപയൊരുക്കി. അടുത്ത് സ്പോൺസർ ഉണ്ടെങ്കിൽ ചൈനയിൽ പോകും. അല്ലെങ്കിൽ ഇതുപോലെ പ്രസംഗിച്ച് കിട്ടുന്ന പണത്തെ സ്വരുക്കൂട്ടി ഉറുമ്പിനെ പോലെ കൂട്ടിവെച്ചിട്ട് എനിക്ക് പോകേണ്ടത് ഇനിയും അനേക ദേശങ്ങളിൽ പോകണം. കഴിഞ്ഞ ദിവസം ഞാൻ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ എന്റെ കൂട്ടുകാരനാണ് പെട്രോൾ പമ്പിന് ഉടമസ്ഥൻ. അയാൾ കഴിഞ്ഞ പ്രാവശ്യം കസാഖിസ്ഥാനിൽ പോയി. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് കസാഖിസ്ഥാൻ. റഷ്യയുടെ മുകളിലാണ്. എനിക്ക് റഷ്യയിൽ പോകണം, കസാഖിസ്ഥാനിൽ പോകണം, തുർക്കിയിൽ പോകണം. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള മുസ്ലിം കൺട്രികളിൽ പോകണം, പ്രാർത്ഥിക്കണം. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ദേവദാസൻ ഫ്ലൈറ്റ് ക്രോസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 10-8 രാജ്യങ്ങൾ ക്രോസ് ചെയ്താണ് പോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പോകുമ്പോൾ 1-2 രാജ്യങ്ങൾ ആ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം ഈ രാജ്യത്തിനകത്ത് ദൈവശക്തികൾ നടത്തുക. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണർവ് വരത്തില്ല. ഉണർവ് എല്ലാവർക്കും ബാധകമാണ്. എനിക്കും സോളമൻ മുതലിനും വേണ്ടി മാത്രമല്ല ഉണർവ് വരുന്നത്, 800 കോടി ജനത്തിനും വേണ്ടിയാണ് ഉണർവ് വരുന്നത്. അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ചൈന, ഹോങ്കോങ്, മങ്കാം. ചൈനയിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്തെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. എന്തിന് ദൈവം നമ്മെ വിളിച്ചു? എന്തിന് വേർതിരിച്ചു? എന്തിന് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു? ഞാൻ നിർത്താൻ പോവുകയാണ്. വചനം പറയണമെന്ന് ആഗ്രഹമുണ്ട്, കൊടുത്താൽ പറയാതിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം നേരത്തെ വചനം പറയും. പക്ഷെ എന്റെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കണം. അനേകം പേരുടെ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. 10 വർഷമായവരുടെ സാക്ഷ്യം ഇന്നും 10 പേര് കണ്ടിട്ടില്ല. പക്ഷെ 15 ദിവസം കഴിയുമ്പോൾ 2.5 ലക്ഷം പേര് സാക്ഷി കേട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തിട്ടിരിക്കുന്ന സകല കമന്റ്സും എനിക്ക് അനുകൂലമല്ല, ദൈവത്തിന് അനുകൂലമാണ്. അനേകം അമ്മമാരുടെ ഹൃദയത്തിനകത്ത് ആ സാക്ഷ്യം കയറി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നേക്ക് 18 വർഷത്തിന് മുമ്പ് ദൈവമില്ല എന്ന് മൂന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. മ്ലേച്ഛത നീതികൾ പ്രവർത്തിച്ചു നടന്ന എന്നെ ആർക്കും വേണ്ട പുറംപറമ്പിൽ കിടന്ന ക്ലാവ് പിടിച്ചു കിടന്ന കൽപാത്രത്തെ അകത്ത് കെട്ടിയിട്ടുള്ളത്. എന്റെ ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നി, നിങ്ങളോട് ഇഷ്ടം തോന്നി. ആർക്കും വേണ്ടാതെ കിടന്നവരാണ് നമ്മൾ. അഭിഷിക്തൻ പറഞ്ഞതുപോലെ ബോവാസിന്റെ വയലിൽ ഭാഗ്യവശാൽ വീർത്തു വീണു. പക്ഷെ നമ്മൾ പുതിയ വിശ്വാസികൾ ഭാഗ്യവശാൽ യേശു ക്രിസ്തു എന്ന വയലിനകത്ത് വീണതുകൊണ്ടാണ്. നമുക്കൊരു നാഥനുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു അരുമനാഥനുണ്ട്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. നിന്നെ വിളിച്ച ദൈവം നിന്റെ തലമുറയിൽ നിന്നെ നിന്റെ കുടുംബത്തെ പരിപാലിക്കാൻ സർവശക്തനാണ്. എത്ര പേർ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നേറെ ഒരു വിധത്തിൽ പോലും ഈ രക്ഷയിലേക്ക് വരാൻ ചാൻസ് ഇല്ലാത്ത ഇരുന്ന എന്നെ ഇന്നെ ബൈബിൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എല്ലാം കുത്തി കുറിച്ച് വെച്ചിരിക്കുന്നു. എനിക്ക് വേറെ ബൈബിൾ വാക്യം നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ല. കണ്ടോ, ലോകം അറിയപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ടീച്ചറാണ്. പക്ഷെ ഇതിനകത്ത് ജീവൻ നാടിയുണ്ട്. ഏകദേശം 10-30 ബൈബിൾ ഞാൻ മാറില്ല. പക്ഷെ ഇത് മാറുന്ന സമയത്ത് പരിശുദ്ധം അവർ മാറുന്നു. ഇതിന് കുത്തി തയ്ക്കണം. സ്തോത്രം. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരില്ല ഇന്ന് 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നു. എന്റെ കൂട്ടുകാർ പലരും പറയുന്നുണ്ട്. കഷ്ടതയുണ്ടോ? ഉണ്ട്. നിന്ദയുണ്ടോ? ഉണ്ട്. പരിഹാസമുണ്ടോ? ഉണ്ട്. ദുഷ്യമുണ്ടോ? ഉണ്ട്. പ്രശ്നമുണ്ടോ? ഉണ്ട്. പ്രതികൂലമുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരട്ടെ. കപ്പൽ ചേർ പോരട്ടെ. കൂട്ടുകാരനാമത്ത് പോരട്ടെ. കടലിലാമത്ത് പോരട്ടെ. സ്വജനത്തിലാമത്ത് പോരട്ടെ. 139 ചാട്ടമടി കൊള്ളും ഞാൻ. പക്ഷെ ഇതെല്ലാം യേശുവിന് വേണ്ടി മാത്രമാണ്. എല്ലാം യേശുവിന് വേണ്ടി മാത്രമാണ്. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ എന്നെ ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമാണ്. ഞാൻ ഒരിക്കലും എനിക്കറിയത്തില്ല സോമം. ഞാൻ ആരോടും ഞാൻ 15 വർഷത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നെ യൂട്യൂബിൽ ആരാണ് വിളിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. എങ്ങനെ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അധികം സംസാരിക്കാൻ പ്രസംഗിക്കാൻ പോകത്തില്ല. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ പിന്നെ ആരും അടുത്ത് വിളിക്കത്തില്ല. വിളിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഇവര് സ്വർഗത്തിൽ വിശ്വാസം പാസ്റ്റർ പോകത്തില്ല. വിശ്വാസം പാസ്റ്റർ നോക്കില്ല.
ഞാൻ പറഞ്ഞു തരുന്നല്ലോ, ഞാൻ കണിശമായിട്ട് വചനം പറയും. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ വിളിക്കണ്ട. എനിക്ക് പ്രസംഗിക്കുന്ന സ്ഥലമുണ്ട്, ഞാൻ അവിടെ പോയി പ്രസംഗിച്ചോളാം. പക്ഷെ കൃത്യമായിട്ട് വചനം പറയും. നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് നീ അറിയണം. നിന്നെ എന്തിനാണ് ദൈവം വിളിച്ചത് നീ അറിയണം. നോക്കിക്കോ, നിങ്ങളുടെ മകന്റെ പ്രായം ഞാൻ ചിലപ്പോൾ കാണത്തും, ചിലപ്പോൾ നിങ്ങളുടെ സഹോദരന്റെ പ്രായം കാണത്തും. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ മകന്റെ സഹോദരന്റെ പ്രായം തോന്നും. ഒരു ജോലി കളഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെങ്കിൽ തലയ്ക്ക് ഓളം ഉണ്ടായിട്ടാണോ? പൊട്ടത്തരം കഴിച്ചതാണോ? ആണോ? എനിക്ക് തുച്ഛമായി കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഞാൻ ജീവിക്കുന്നത്. 30 വർഷം ഗവൺമെന്റ് സേവിച്ചതുകൊണ്ട്. പക്ഷെ ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഒരാൾക്ക് കണക്ക് കൊടുക്കണ്ട. അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് കയറി പോകാൻ പറ്റും. നമ്മൾ ജീവിച്ചിരിക്കുന്ന വെച്ചാൽ ആർക്കും കണക്ക് കൊടുക്കാത്ത രീതിയിൽ ജീവിതം ഉണ്ടായാൽ അവിടെ ചെല്ലുമ്പോ നേരം കാണും. അവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഗതിയാണ് വരുന്നത്. ഡയറക്റ്റ് എൻട്രിയാണ്. കണ്ടിട്ടില്ലേ ഗ്രീൻ ചാനലിൽ കൂടി പോകുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് ഫ്ലൈറ്റിൽ നിൽക്കോ? അയാൾ ഒറ്റ പോക്കാണ്. കാരണം എല്ലാം സജ്ജമാണ്. ഈ ലോകത്തിലെ പ്രധാനമന്ത്രിക്ക് എയർപോർട്ട് സജ്ജമാണ്. അവിടെ പേര് വിളിക്കുമ്പോൾ റേഷൻ കാർഡ് പേരില്ലേലും കുഴപ്പമില്ല, ആധാർ കാർഡിൽ പേരില്ലേലും കുഴപ്പമില്ല. ആണോ? അവിടെ പേര് വിളിക്കുമ്പോൾ പേര് കാണണം. നാളെ അനിൽ പാസ്റ്റർ വന്ന് പ്രസംഗിച്ചിട്ട് ഞങ്ങൾ കേട്ടില്ല, അയ്യോ നോക്കിയിരിക്കുന്നത്, ഞാനിതൊന്നും കേട്ടില്ലേ. ഇവിടെ ജീവിക്കും സംശുദ്ധമായ ക്രിസ്തീയ ജീവിതം. എറികൊള്ളും, കുറ്റം പറയും, അപമാനിക്കും, ചമ്മട്ടി കൊണ്ട് നിന്നെ അടിക്കും, നിന്റെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കും. നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നെ പുറകിലോട്ട് വലിക്കുന്ന സകല പ്രവർത്തികളും അവർ ഉയർത്തിക്ക് കൊണ്ടുവരും. പക്ഷെ അതിന്റെ നടുവിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെത്തുന്ന യേശു ക്രിസ്തു നോക്കി ജീവിക്കാൻ ഇന്ന് പകൽ നിങ്ങൾ തയ്യാറായാൽ ആ പേർ വിളിക്കുന്ന നേരത്ത്, ഇവിടുത്തെ പേരല്ല അവിടുത്തെ പേര്, ഒരു നിമിഷം എണീറ്റ് നിന്നാൽ 2 മിനിറ്റ് കൂടി പോയി സ്തോത്രം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, എൻ പേരും പേർ വിളിക്കും നേരം കാണും, എൻ പേരും. അവിടെ പേര് കാണുന്ന ഒരു ക്രിസ്തീയ ജീവിതം. ലോകത്തിൽ ആരൊക്കെ നിന്നെ പേര് വിളിച്ചില്ലേ? ആരൊക്കെ നിന്നെ ചേർത്ത് പിടിച്ചില്ലേ? ആരൊക്കെ നിന്നെ കരുതിയാലും കരുതിയില്ലേ? നിന്നെ സഹായിച്ചാലും ഇല്ലേ? അവിടെ പേര് വിളിക്കുമ്പോൾ പേര് കാണുന്ന ഒരു ക്രിസ്തീയ ജീവിതം. വിളിക്കപ്പെട്ടവരേകം പേരുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കത്തിൽ ഒരാളാണ്. ആ ചുരുക്കത്തിൽ ഒരാൾ ഞാനാണ്. ആ ചുരുക്കത്തിൽ ഒരുവൻ ഞാനാണ്. ആ ചുരുക്കത്തിൽ ഒരുവൻ ഞാനാണെന്ന് ഇന്ന് പകലിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ പുറപ്പുറപ്പിൽ കിടന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഇനി എറിയ കല്ലുകൾ ബാക്കിയില്ല. പക്ഷെ അതിന്റെ നടുവിലും എന്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ഇന്ന് അനേകം പേർക്ക് ആശ്വാസമായി, അനേകം രാജ്യങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹമായി, അനേകം കുടുംബങ്ങൾക്ക് ഞാനൊരു പ്രകാശമായി ദൈവമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വിശ്വസ്തന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. വിശ്വാസികൾ ദൈവത്തിന് വേണ്ട, ദൈവത്തിന് ആവശ്യം നല്ല ഗ്രഹവിചാരകന്മാരെയാണ്, നല്ല വിശ്വസ്തന്മാരെ ദൈവത്തിന് ആവശ്യം. ഈ കാലഘട്ടത്തിൽ വിശ്വസ്തന്മാരും ഭക്തന്മാരും കുറഞ്ഞു പോകുന്നു. നിങ്ങൾ ആ വിശ്വസ്തന്മാരുടെ കൂട്ടത്തിലായി തീരുവാണ് ഇന്ന് പകൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എനിക്ക് ബലം നൽകിയ ശക്തി നൽകിയ ക്രിസ്തുവേശു എന്നെ വിശ്വസ്തനെന്ന് എണ്ണി അവന്റെ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും നിഷ്ഠൂരനും മന്ത്രിയുമായിരുന്നു. എങ്കിലും എന്റെ അറിവ് ഇല്ലായ്മ ഉള്ള സമയത്തിന് ചെയ്തതാകുന്നുണ്ട്. അവരുടെ കരുണ ഇന്ന് പകലും നമ്മളിൽ ചലിക്കുന്നതായി സ്തോത്രം. ഇന്ന് ഈ സമയത്ത് ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് ആ ഹൃദയത്തിൽ കൈവച്ചിട്ട്, അപ്പാ ഞാൻ എവിടെയാണ് ക്രമീകരിക്കപ്പെടേണ്ടത്? ഞാൻ എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? ഞാൻ എവിടെയാണ് തിരിയേണ്ടത്?
നിന്റെ മുഖം അന്വേഷിക്കുന്നത്. ഒരു ദൈവദാസൻ എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ കരം എന്റെ തലവിൽ ചലിപ്പിക്കേണ്ടത്. ഇതിനകത്ത് ദൈവസാന്നിധ്യം ചലിക്കുന്നു. എന്റെ പരിശുദ്ധമാവ് കാണിക്കുന്ന ചില കാഴ്ച മക്കളുടെ കാര്യങ്ങളാൽ ഭാരപ്പെടുന്ന അമ്മമാർ, കരങ്ങിയ ഹൃദയവുമായി നിൽക്കുന്ന അമ്മമാർ. ഞാൻ ആരെയും കൈ ഉയർത്താൻ പറയുന്നില്ല. അത് മറ്റൊരാൾ കണ്ട ക്ഷീണം എന്ന് വിചാരിച്ച് പാസ്റ്ററെ കൈ ഉയർത്തിപ്പിക്കുക. പക്ഷെ മക്കളെ ഓർത്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇതിനോട് ദൈവം പറഞ്ഞ് അമ്മയെ മകൻ അടിക്കുന്ന ഓരോ ദിവസവും മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു മാതാവ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൻ എന്നും എന്നെ അടിക്കും. ഹൃദയം മുങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. അങ്ങനെ കലങ്ങിയവരാരെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറ, യേശുവേ ദാവീദുപുത്രാ എന്നോട് കരുണ തോന്നണേ. എന്നോട് കരുണ തോന്നണമേ യേശുവപ്പച്ചാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് അനേക പേരുടെ അടുക്കൽ നിങ്ങളുടെ നേരിനേക്കാൾ ഏറ്റവും അടുത്ത് യേശു നിങ്ങളെ ചേർത്ത് പിടിക്കും. ഇവിടെ ദൂതന്മാരല്ല, യേശു തന്നെയാണ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പല പ്രതികൂല സാഹചര്യങ്ങളും കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷെ ഇന്ന് പകലിൽ യേശുവെ എന്നെ ഒന്ന് തുടരണമേ. ഉപവാസത്തിന്റെ 3-ാം ദിവസം എന്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുണ്ടാകട്ടെ, ഒരു രൂപാന്തരീകരണം എനിക്കുണ്ടാകട്ടെ, ഒരു മാനസാന്തരം എന്റെ ജീവിതത്തിൽ സംഭവിക്കും. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗം നൽകുന്ന ഈ ജനത്തെ പറഞ്ഞു, നിന്റെ അടുക്കലേക്ക് വന്ന ജനത്തെ നീ ഒരിക്കലും ഒഴിഞ്ഞ കൈയോട് പറഞ്ഞു. അവർക്ക് വേണ്ടുന്ന സകല നന്മകളും കൂട്ടത്തിൽ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇതിന് മുഖാന്തരനായ കുടുംബത്തെയും ദേവദാസനെയും സഭയെയും എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അടിയിൽ തന്നിരിക്കുന്ന ദൈവകൃപയെ അനുസരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ പ്രിയ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, അഭിഷിക്തന്മാരെ അനുഗ്രഹിച്ചു വിടുന്നു. ദൈവകൃപയിൽ അവരായിരിക്കുവാൻ സ്വർഗ്ഗപ്പെട്ടവരുടെ മഹത്വമെല്ലാം പങ്കെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ഞാനോ കുറയണം, അങ്ങോ കുറയണം. ഞാനോ കുറയണം, അങ്ങോ കുറയണം. ഞാനോ കുറയണം, അങ്ങോ കുറയണം. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ നല്ല പകൽ നാം ഒരുമിച്ച് ദൈവത്തിന്റെ